ിലൂടെ ലോകം ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. എൻ്റെ വന്യ സുഹൃത്ത് അമീർ ഇരിങ്ങല്ലൂരും അതുപോലെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നൂർ ഫൈലി ഉസ്താദിനെ പോലുള്ള പലരും സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിക്ക് വേണ്ടി ക്ലാസ് റൂമിന് വേണ്ടി പറയുമ്പോൾ ഒരുപാട് എൻഗേജുള്ള തിരക്കുള്ള ഒരു പരിപാടിയായി നമ്മുടെ ക്ലാസ് റൂം മാറിയിട്ടുണ്ട്. പക്ഷെ ഈ ആവശ്യം പറഞ്ഞാൽ അവർ പ്രത്യേകം പരിഗണിച്ച് നമുക്ക് സൗകര്യം ചെയ്തു തരികയാണ്. അവരുടെ ഏക കണ്ടീഷൻ നമുക്കൊക്കെ കൊണ്ട് ദ്വാരക്കണം എന്നാണ്. അമീർ സാഹിബൊക്കെ തന്നെ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നല്ല കഴിവും തൗഫീഖും അവരുടെ വിഷമങ്ങളൊക്കെ നീക്കി ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾ രോഗത്തിൽ കിടക്കുന്ന ഹോസ്പിറ്റലിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സംഘാടകരോട്, സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്, അവർക്ക് ഇരിക്കാൻ കസാര സൗകര്യം ഉണ്ടോ? എന്നെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഇതിനില്ല, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അവരവരിക്കുന്ന കസാലയും കൊണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് അടുത്ത് വെക്കുക, ഇരിക്കുക. ഒഴിഞ്ഞ കസാരയിലേക്ക് കയറിയിരിക്കുക. പിറകിലുള്ള ആളുകൾ പരമാവധി നമ്മളെ സദസ്സ് ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ദൂരത്തുനിന്ന് കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് നാം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരൊക്കെ ഈ സദസ്സിലേക്ക് ഒഴിഞ്ഞ കസാരയിൽ കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. നാം ഈ ഒരു പരിപാടി ഇങ്ങനെ ഈ മായിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് സംഘടിപ്പിക്കാൻ കാരണം, നമ്മുടെ ഈ കേരളക്കാരെ നമുക്കറിയാം, മഹാന്മാരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ശിഷ്യന്മാരുടെ കാലഘട്ടം മുതൽ ഇവിടെ നിലനിന്ന് വന്ന, പ്രചരിച്ചു വന്ന, സ്വീകരിച്ചു വന്ന, ആചരിച്ചു വന്ന സർവത്തിനെയും തള്ളിപ്പറയുന്ന, ആക്ഷേപിക്കുന്ന, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് മുസ്ലിം ലോകത്തെ പുറത്താക്കുന്ന, കാഫിറാക്കുന്ന, ശിർക്കെന്ന് മുദ്രകുത്തുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിൽ വന്തലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തും അങ്ങനെയുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ നടന്നതുകൊണ്ടാണ് അതിനൊരു പരിസമാപ്തി എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ വന്ന് എന്തെങ്കിലും ഇവിടെ പറയുന്നതിന് പകരം മുഴുവൻ ആളുകളോടും, മുഴുവൻ പ്രസ്ഥാനത്തിന്റെ വക്താക്കളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഞങ്ങളിവിടെ പ്രസംഗിക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് എന്താണോ ഞങ്ങളോട് വിയോജിപ്പ്, ഏത് ആയത്ത് പ്രകാരമാണ് ഇന്ന കാര്യം തെറ്റ് എന്ന് നിങ്ങൾ പറയുന്നത്, അത് സമർത്ഥിക്കാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? അത് കൃത്യമായും തെറ്റിദ്ധാരണയാണ്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അത് തിരുത്തിത്തരാൻ നാം സന്നദ്ധരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, മറ്റു പ്രസ്ഥാനക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇതുപോലൊരു പരിപാടിയാണ് ഇനി വെക്കുന്നുണ്ടെങ്കിൽ വെക്കേണ്ടത് ഞങ്ങളെയും കൂടി ക്ഷണിച്ച് പരസ്യമായ ധീരതയോടൊരു മുഖാമുഖം, ഒരിക്കലും ഒരു എലാസ്റ്റിക് മുഖാമുഖമല്ല. കുറെ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കി ഒരാൾക്ക് ചോദിക്കാൻ ആ സദസ്സിലേക്ക് വരുന്നതിന് ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ചോദ്യം ഒരാൾക്ക് ചോദിച്ചുകൊണ്ടും മൈക്ക് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുന്ന, അങ്ങനെ ഒരു ചോദ്യത്തിന് 1.5 മണിക്കൂർ ഉത്തരം പറയുന്ന, അങ്ങനെ സമയം അവസാനിപ്പിക്കുന്ന ഒരു പാട്ട നാടകമൊന്നുമല്ല. മറിച്ച് വളരെ കൃത്യമായി നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം, ചോദ്യം തീരുന്നതുവരെ നിങ്ങൾക്ക് മൈക്ക് തരുകയാണ്. ചോദ്യം ചോദിക്കാൻ, പ്രസംഗിക്കാനല്ല. നിങ്ങളുടെ എത്ര ചോദ്യവും നമ്മുടെ മൈക്ക് പെർമിഷൻ എത്രയാണോ തീരുന്നത് ആ സമയം വരെ ഉപയോഗപ്പെടുത്തി ചോദിക്കാൻ അവസരമുണ്ട്. കസാരകൾ നിങ്ങളെ മാടി വിളിക്കുകയാണ്. വരണം എന്ന് സഹൃദയം എന്റെ പ്രിയപ്പെട്ട മറ്റു പ്രസ്ഥാനക്കാരായ ആളുകളോട് അറിയിക്കുകയാണ്. ഇവിടെ ഏറ്റവും കാതലായ വിഷയം എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുത്തുമുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ മഹാന്മാരോട് സഹായം തേടുന്നു എന്നതാണ്. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നു. പിന്നെയോ യാ അസ്ഹാബൽ ബദർ, ബദരീങ്ങളെ എന്ന് വിളിക്കുന്നു. യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് ശൈഖ് ജീലാനി തങ്ങളെ സംബന്ധിച്ച് വിളിക്കുന്നു. അല്ലെങ്കിൽ മമ്പുറത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ആ വിളി അവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്. അത് അവർക്ക് നൽകുന്ന ആരാധനയാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കലാണ്.
അങ്ങനെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അവർ പുറത്താവുകയാണ്, അവർ മുശ്രിക്കുകളാണ് എന്നതാണ് ഇവിടെ ഒരു പറ്റം ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നം. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ വിഷയമാണോ? ഒരു കാര്യം ഇസ്ലാമിൽ കറാഹത്താണെന്ന് സ്ഥിരപ്പെടാൻ, ഒരു മസ്അല ഇസ്ലാമിൽ കറാഹത്താണെന്ന് സ്ഥിരപ്പെടാൻ പൊതുവായ ഒരു തെളിവ് പോരാ. നഹിയുൻ ഖാസുൻ, ഒരു പ്രത്യേകമായ അതിന്റെ മേൽ വിരോധന ശറഇൽ വരണം. ഉദാഹരണം, ഞെരിയാണിക്ക് താഴേക്ക് മുണ്ടിറക്കുന്നത് കറാഹത്താണ്. അള്ളാഹുവിന്റെ റസൂല് ഗൗരവപ്പെടുത്തി അറിയിച്ചൊരു ഹദീസുണ്ട്. എന്താണത്? സലാസുൻ, മൂന്നാളുകൾ ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കൂല. വലാ യുസക്കീഹിം, പടച്ചവന്റെ തസ്കിയത്ത് അവർക്ക് ലഭ്യമല്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ അതിലൊരാൾ മുസബ്ബിലുൽ ഇദാർ, ഞെരിയാണിയെ താഴേക്ക് വസ്ത്രത്തെ ഇറക്കുന്നവരാണ് എന്ന് വളരെ വ്യക്തമായി വിരോധിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രം ഇറക്കിയവൻ മുശ്രിക്ക് എന്നല്ല, കാഫിർ എന്നല്ല, കടുത്ത ഹറാമ് എന്നല്ല, ഹറാമ് എന്നല്ല, അത് കറാഹത്താണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഒരു മസ്അല, ഒരു കാര്യം ഒരാൾ കറാഹത്താണെന്ന് പറയുമ്പോൾ ഇമാമിങ്ങൾ ചാടിക്കയറും അവിടെ. അത് കറാഹത്താണെന്ന് പറയാൻ എന്താണ് തെളിവ്? വെറുതെ അങ്ങനെ വായുവിടാൻ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. ഇനി അത് ഹറാമാകണമെങ്കിൽ ശക്തമായ ഭാഷയിൽ വിരോധനം വരണം. ഹറാമിന്റെയും അപ്പുറമാണ്, ഏറ്റവും ഗുരുതരമാണ് ശിർക്ക് എന്ന പ്രശ്നം. ഒരാളിൽ നിന്ന് ശിർക്കുണ്ടായാൽ, ഷിർക്കിന്റെ വിശ്വാസം ഒരാളിൽ നിന്നുണ്ടായാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അയാൾ പച്ച മുശ്രിക്കാണ്. ഒരാൾ ശിർക്ക് അനുവർത്തിച്ചാൽ, ഷിർക്കിന്റെ വിശ്വാസം ഒരാൾ പേറിയാൽ തന്നെ അയാൾ തൗഹീദിൽ നിന്ന് ഇത്തിരി വ്യതിചലിച്ചാൽ അയാൾ ഇസ്ലാമിക വൃത്തത്തുനിന്ന് പുറത്താണ്, അയാൾ കാഫിറാണ്, അയാൾ മുശ്രിക്കാണ്. വേഗം മനസ്സിലാക്കാൻ പറഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അയൽവാസിയായ സഹോദരൻ, എല്ലാം കൊണ്ടും നമ്മൾ വളരെ അടുത്ത ബന്ധത്തിനും സ്നേഹത്തിലൊക്കെയാണ് നമ്മുടെ ബാലാട്ടൻ. അയൽവാസിയാണ്, നമ്മൾ സ്നേഹത്തിലും സൗഹൃദത്തിലൊക്കെയാണ്. പക്ഷെ ബിംബത്തെ ആരാധിക്കുന്ന, കല്ലിനെ ആരാധിക്കുന്ന, മുള്ളിനെ ആരാധിക്കുന്ന, പശുവിനെ ആരാധിക്കുന്ന, പശുവിന്റെ കാഷ്ടത്തെ ആരാധിക്കുന്ന, അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്തുക്കളെ ആരാധിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇസ്ലാമിക വൃത്തിയ, ഇസ്ലാമിക ദൃശ്യ ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അദ്ദേഹം മുശ്രിക്കാണ്. അദ്ദേഹം നമ്മുടെ പള്ളിയിൽ പെയിന്റ് അടിക്കാനോ മറ്റോ കടന്നു വരുമെന്നല്ലാതെ നിസ്കരിക്കാൻ വരൂല. മതസൗഹാർദ്ദം എന്ന നിലയ്ക്ക് എല്ലാ സ്നേഹവും ബന്ധങ്ങളും നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നാം പറയുന്നു, ഇസ്ലാമിക ലോകത്ത് ആ മനുഷ്യൻ അർത്ഥം നമുക്ക് തിന്നാൻ പാടില്ല. അത് നമ്മുടെ മതത്തിന്റെ ഒരു നിയമമാണ്, തീവ്രവാദമൊന്നുമല്ല. നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അതോടൊപ്പം അദ്ദേഹം അർത്ഥത്തിന് നമ്മൾ തിന്നാൻ പാടില്ല. മാത്രമല്ല, അവരുടെ മകളെ നമ്മൾ കല്യാണം കഴിക്കുന്നില്ല. കാരണം നമുക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമത്താകണം, അല്ലാത്ത പക്ഷം പല നിബന്ധനകളും ഒത്തുചേരേണ്ടതുണ്ട്. എന്നാൽ അവരോട് നമ്മൾ സലാം പറയുന്നില്ല. അസ്സലാമു അലൈക്കും എന്നത് മുസ്ലിമും തമ്മിൽ ഉപയോഗിക്കുന്ന ഒരു സംബോധന ശൈലിയാണ്. നമ്മളിവിടെ വലിയ സ്നേഹത്തിലാണ്, നമ്മൾ അയൽവാസിയാണ്, നമ്മളെല്ലാ കാര്യത്തിലും ഹെൽപ്പാണ് എന്നതുകൊണ്ട് ആരെങ്കിലും നമ്മളെ ബാലാട്ടനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും യാ ബാലാട്ടാന്ന് അറിയോ? പറയലില്ല. അത് മതസൗഹാർദ്ദത്തിനെതിരായിട്ടല്ല, നമ്മളെ മതത്തിന്റെ ഒരു നിയമം അങ്ങനെയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വഹാബികളെ എന്താണ് അവർ ചെയ്യുന്നത്? അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഒന്ന്, നമ്മൾ അല്ലാഹുവിന്റെ മഹാന്മാരെ വിളിക്കുന്നു, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം. രണ്ട്, നമ്മൾ മഹാന്മാരുടെ മക്കാമുകൾ, അവരുടെ ഖബറിടങ്ങൾ നാം പ്രത്യേകം അതിനെ ചുറ്റി മറച്ച് ബിൽഡിംഗ് കെട്ടി അങ്ങനെ പലതും ചെയ്തുകൊണ്ട് നാം അവരെ ആദരിക്കുകയും അവർ മറപെട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ മക്കാം എന്ന് പറഞ്ഞ് അവിടെ സിയാറത്ത് ചെയ്യുകയും അവിടുന്ന് പുണ്യം എടുക്കുകയും ചെയ്യുന്നു. അതുപോലെ പാണക്കാട്ട് തങ്ങളുപ്പാപ്പാനെ കണ്ടാൽ നമ്മൾ കൈപിടിച്ച് മുത്തുന്നു. എന്തിനാ? അത്തർ മണക്കാനൊന്നുമല്ല, തങ്ങളുടെ കൈമൽ എപ്പോഴും അത്തറുണ്ടാവും, അതിനുവേണ്ടിയൊന്നുമല്ല. മറിച്ച് തങ്ങളെ കൈമൻ മുത്തിയ ബർക്കത്ത് കിട്ടുന്ന. എന്താ ഈ ബർക്കത്ത്? അത് കാണാത്തൊരു സാധനമാണ്. പിന്നെയോ
തങ്ങളോടെന്തെങ്കിലും ഗുരുത്തക്കേട് കാട്ടിയാൽ ഗുരുത്തക്കേട് കിട്ടുമെന്ന് നിശ്ചയമായ അഭൗതികമായ ഒരു കോട്ടമാണ് അതല്ലെങ്കിൽ. എന്നാൽ ഇവിടെയാണ് വഹാബിസം കേരളത്തിൽ ജനിക്കുന്നത്. അവർ പറയുന്നു, ഒരു വസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് അഭൗതിക മാർഗത്തിൽ, അദൃശ്യമാർഗത്തിൽ, കാണാത്ത മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചാൽ, ദോഷം ഭയപ്പെട്ടാൽ അത് അവർക്ക് നൽകുന്ന ആരാധനയാണ്. അപ്പൊ അവരെ ആരാധിച്ചു. തങ്ങളെ കൈപിടിച്ച് മുത്തിയിട്ടുണ്ടെങ്കിൽ ബർക്കത്ത് പ്രതീക്ഷിച്ചാൽ തങ്ങളെ ആരാധിച്ചു. തങ്ങളെ ആരാധിച്ചാൽ പടച്ച തമ്പുരാനെ ആരാധ്യ വസ്തുവായി, ഇലാഹായി. ഇല്ലേ? ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹക്കായ ആരാധ്യൻ അല്ലാഹു മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇലാഹ് എന്നാൽ ആരാധ്യൻ എന്നാണ്. തങ്ങളെ കൈ പിടിച്ച് മുത്തൽ കൊണ്ട് തങ്ങളുടെ കൈക്ക് ആരാധിക്കലാണെങ്കിൽ തങ്ങൾ ആരാധ്യ വസ്തുവായി, ഇലാഹായി. മഹാനായ മമ്പുറം മക്കാമിൽ പോയി അവിടുന്ന് ബറക്കത്തെടുക്കൽ കൊണ്ട്, അവരിൽ നിന്ന് വല്ല പുണ്യവും പ്രതീക്ഷിക്കൽ കൊണ്ട്, അവരിൽ നിന്ന് വല്ല ദോഷവും ഭയപ്പെടൽ കൊണ്ട് അത് അവർക്കുള്ള ഇബാദത്താകുമെങ്കിൽ, അത് അവർക്ക് ആരാധനയാകുമെങ്കിൽ ആ മമ്പുറം തങ്ങളുടെ മക്കാമ് ആരാധ്യ വസ്തുവാവുകയാണ്. അത് ആരാധ്യ വസ്തുവാകുകയാണ്. മഹാനായ സയ്യിദ് അലവിയിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്താ അങ്ങനെയൊന്നും പറയാത്തത്? റളിയല്ലാഹു അൻഹു പറഞ്ഞൂടെ? മോശപ്പെട്ട ആളാ അല്ല. കസാര കഴിഞ്ഞ സംഘാടകരുടെ അടുത്തുള്ള അവസാനത്തെ കസാലയും കഴിഞ്ഞ അല്ലേ? അന്ന് കസാല ഉണ്ടല്ലേ? ദൂരെ നിൽക്കുന്ന ആളുകൾ നിന്ന് വിഷമിക്കണ്ടെന്ന് കരുതി പറയാണ്, അല്ലാണ്ട് ഇരിക്കാൻ നമുക്ക് എന്തോ പ്രത്യേക ഉണ്ടായിട്ടില്ല. ഇടയിൽ കുറച്ചൊക്കെ കസാലയുണ്ട്, ആളുകൾ ഇരിക്കണം എന്നറിയിക്കുകയാണ്. ഇനി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടുപോയി മുഖാമുഖം കൊളാക്കാനൊന്നുമല്ല, ചോദിക്കാൻ വരുന്നെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ നിർത്തും. വരാൻ നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ നിർത്തും. ആർക്കാ വരാനുള്ളത്? ആരെങ്കിലും വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുടെ മക്കാമിൽ പോകുന്നു. നമ്മളൊക്കെ പോകാറുണ്ട് ഇല്ലേ? മമ്പുറ തങ്ങളുടെ മക്കാമിൽ എന്നല്ല, അള്ളാഹുവിന്റെ മഹാന്മാർ മറപ്പെട്ട് കിടക്കുന്ന മക്കാമുകളിൽ പോകാറുണ്ട്. എന്നാൽ ആ മഹാന്മാരുടെ മക്കാമുകളിൽ പോകുമ്പോൾ ആ മക്കാമുകളിൽ നമ്മൾ പുണ്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അവരെ ആരാധിക്കലാണ്. മമ്പുറം മക്കാമിനെ ആരാധിച്ചാൽ, മമ്പുറം തങ്ങളെ ആരാധിച്ചാൽ ഞങ്ങൾ ഉറപ്പായിട്ടും പറയുന്നു അയാൾ പച്ച മുശ്രിക്കാണ്. അങ്ങനെ ആരെങ്കിലും ആരാധിച്ചാൽ ഞങ്ങൾ ആ മനുഷ്യനോട് സലാം പറയൂല, ഞങ്ങൾ ആ മനുഷ്യനോട് മിണ്ടൂ, ഞങ്ങൾ ആ മനുഷ്യനെ അർത്ഥ തിന്നൂല, ഞങ്ങൾ ആ മനുഷ്യനെ തുടർന്ന് നിസ്കരിക്കൂല. പക്ഷെ വഹാബികൾ പറയുന്നത് എന്താ? മമ്പുറം തങ്ങൾ നിങ്ങൾക്ക് വിഗ്രഹമാണ്. ഇതാ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പേര് മുജാഹിദ് തന്നെയാ, അയാൾ ഇസ്മു മുജാഹിദാണ്, മുസമ്മേ മുജാഹിദാണ്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്. മാഫി സൗണ്ട് മ്യൂട്ടിലുള്ള സൈദ് ഫേസി. ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. സുന്നികൾ ചെയ്യുന്നത് അത് മൂന്നോട്ടാണ് പറഞ്ഞൊന്നല്ലോ, അതാ പോയിന്റ് എന്നറിയിക്കാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്ന് ആവർത്തിച്ചതാണ്. സാക്ഷാൽ സുന്നികൾ ഇവിടെ ചെയ്യുന്നത് അത് കബർ ആരാധനയൊന്നുമല്ല. കബർ ആരാധന എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കുറഞ്ഞു പോയി, വിഗ്രഹാരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, കബർ ആരാധനയാണ് എന്ന് പറയുന്ന മുജാഹിദുകളെ തിരുത്തുകയാണ് അദ്ദേഹം. കബർ ആരാധനയല്ല, അത് വിഗ്രഹാരാധനയാണ്. മമ്പുറം തങ്ങൾ വിഗ്രഹമാണ്. എന്തുകൊണ്ടാ? മുജാഹിദിന്റെ പ്രധാനപ്പെട്ട നേതാവ് അനീഫ് കായക്കൊടി പറയുന്നുണ്ട് മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമൊന്നുമല്ല, മറിച്ച് അത് കബർ ആരാധനയേ ഉള്ളൂ. അപ്പൊ മൂപ്പർക്ക് തിരുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ നിങ്ങള് എന്താ ഒന്നുകൂടി കണ്ട, മമ്പുറം തങ്ങൾ വിഗ്രഹാണെന്നോ മമ്പുറം തങ്ങൾ ബിംബാണെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല.
അപ്പൊ ബാലുശ്ശേരി തിരുത്താണ്, അല്ല മമ്പുറം തങ്ങൾ ഒരു കബറാരാധനയൊന്നുമല്ല അവിടെ നടക്കുന്നത്, വിഗ്രഹാരാധന തന്നെയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. ഇതെന്താ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ പേരാണ് മുജാഹിദ് എന്ന് വൈരുദ്ധ്യം പറയലേ. മുജാഹിദിന് എന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല, വൈരുദ്ധ്യം പറയാ. അതിന്റെ അടയാളമാണ് നമ്മുടെ മുഖാമുഖത്തിൽ അവർ ചോദിക്കാൻ വരാത്തതും. നാളെ വന്ന് ഒറ്റക്ക് അവരിങ്ങനെ പ്രസംഗിക്കും. ഞങ്ങൾ അവരോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ വികാരം കൊള്ളിക്കുന്നൊന്നുമല്ല, ജനദൃഷ്ടിയാ നിങ്ങളെ മോശപ്പെടുത്തുന്നൊന്നുമല്ല. ഒരു കാര്യം കൂടി പറയട്ടെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു മുഖാമുഖം സംഘടിപ്പിച്ചപ്പോൾ അവിടെ കുറച്ച് മുജാഹിദ് കുട്ടികൾ വന്ന് ഒരുപാട് നേരം ചോദിച്ചു. ഒരു മര്യാദന്റെ എല്ലാ സീമയും വിട്ടപ്പോഴേ അവരൊരു ഒരു പരിഭാഷയിലുള്ളത് ഇല്ലാത്തതായിട്ട് വായിച്ചു. പരിഭാഷന്റെ പേരിൽ കാളി, കോഴിക്കോട് കാളിന്റെ ഒരു പരിഭാഷയിൽ ഇല്ലാത്തൊരു വരി വായിച്ചു. അപ്പോ ഞാനത് ശരിക്കും പരിഭാഷ എടുത്ത് കാണിച്ച് വായിക്കുമ്പോൾ ഒരു കുട്ടി ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറായിട്ട് വന്നത്, അതിങ്ങനെ തരുമോന്ന് ചോദിച്ചപ്പോൾ തന്നില്ല. ഉടനെ ഞങ്ങൾ പരിഭാഷ കൊണ്ടുവന്ന് അതിന്റെ റെഡിയുള്ളത് വായിച്ചു കൊടുക്കുമ്പോൾ കുട്ടി മറുപടി പറയാതെ മുങ്ങിക്കളഞ്ഞു. അപ്പൊ ആളുകൾ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അശ്രദ്ധയിൽ സംഭവിച്ചതാണ് ആ പ്രശ്നം. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ ഏറ്റെടുക്കാണ് ആ പ്രൊട്ടക്ട്. ഈ പരിപാടി കഴിഞ്ഞു പോകുന്നവരെ അവരെ ഒരാളും ഒരു ഉപദ്രവം ചെയ്യൂല. ഞങ്ങൾ പ്രൊട്ടക്ട് ഏറ്റെടുക്കുകയാണ് സംഘാടകർ, ഇല്ലേ? ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സധൈര്യം വരണം. മമ്പുറം മഖാമിൽ പോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അത് വിഗ്രഹമാണോ അതോ ഖബറാരാധനയാണോ? നിങ്ങൾക്ക് തീർപ്പില്ലല്ലോ, ഞങ്ങൾ പറയാം ഞങ്ങളെ തീർപ്പ് കേട്ടോളൂ. നിങ്ങൾ എന്താണ് മഹാന്മാരെ മമ്പുറം ഞങ്ങൾ വിളിക്കുന്നതിന്റെ വിധി എന്താണ്? ഇവിടെ അടിസ്ഥാന പ്രശ്നം അതാ. ഒന്ന്, മഹാന്മാരെ വിളിക്കൽ, യാ റസൂലല്ലാഹ് എന്ന് വിളി, എന്ന് വിളി, യാ ശൈഖ് ജീലാനി എന്ന വിളി. ഈ വിളിയെപ്പറ്റി വഹാബികൾ പറയുന്നത് അത് അവരെ ആരാധിക്കലാണ് എന്നാണ്. ഇത് വിളിയാണ് മൗലവി, ആരാധനയല്ല. ഇതാണ് വഹാബികൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ്. ഇത് വിളിനെ മാറ്റി ആരാധനയാക്കി മാറ്റും. ആരാധന അള്ളാഹുവിന് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പൊ മമ്പുറം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയും. വിളിനെ അവരോട് സഹായം തേടല്ലേ, അത് അവർക്ക് ആരാധിക്കലാക്കി മാറ്റി, അത് അവരോട് പ്രാർത്ഥിക്കലാക്കി മാറ്റി, അങ്ങനെ ആരാധനയാക്കി മാറ്റി. പ്രാർത്ഥന ആരാധനയാണ്. പട്ടിനെ പേപ്പട്ടിയാക്കി, ആട്ടിനെ പട്ടിയാക്കി, പട്ടിനെ പേപ്പട്ടിയാക്കി അടിച്ചു കൊല്ലുന്ന ഏർപ്പാട്. അത് തന്നെ ഈ ജാതി പടവുകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കണം, എന്നാലേ അത് അതിനെ കൊല്ലാൻ കഴിയുള്ളൂ. എന്നാൽ എന്താണ് ആരാധന? എന്താണ് സഹായം തേട്ടം? എന്താണ് ഇതിനെപ്പറ്റി പ്രമാണങ്ങൾ പറയുന്നത്? ഞാൻ ഒന്നാമതായി വായിക്കാൻ പോകുന്ന പ്രമാണം മുജാഹിദിന്റെ ബുക്കാണ്. ഖൗലുൽ ഖസ്മി ഹുജ്ജ എന്നാണല്ലോ, എതിരാളികളുടെ വാക്ക് തെളിവാണല്ലോ. മുജാഹിദിന്റെ സാധന ഒരു മേഘത്തിനാണ് അൽമനാർ. അൽമനാറിൽ പറയുന്നു എന്താണ് പ്രാർത്ഥന? എന്റെ മുജാഹിദുകളെ, നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കണ്ട, പിന്നെ അതിനെ പേപ്പട്ടിയാക്കണ്ട, എന്നിട്ട് അടിച്ചു കൊല്ലാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. നിങ്ങളുടെ കുതന്ത്രത്തിന്റെ മുഴുവൻ ചുളിവുകളും ഞങ്ങൾ അടർത്തുകയാണ്. ഇതാ കണ്ടോളൂ, അൽമനാർ പറയുന്നു എന്താണ് പ്രാർത്ഥനയെന്ന്. പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയാം. മമ്പുർ ഞങ്ങളെ വിളിച്ച മമ്പുർ ഞങ്ങളെ ദ്വാരക്കലാന്ന് ആരെങ്കിലും പറയും, ഇല്ലേ? മൊയ്തീൻ ഷേഖ്, യാ ഷേഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, നിങ്ങളുടെ മൊയ്തീൻ ഷേഖിനോട് ദുആ ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല. ദുആ അല്ലാഹുവിനോടാണ്. പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിൽ ദുആ എന്ന് പറയാം. ഇനി പ്രാർത്ഥനയ്ക്ക് സഹായാർത്ഥന, വിളി, അപേക്ഷ എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. സഹായാർത്ഥന എന്നും പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, വിളി എന്നും പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്, അപേക്ഷ എന്നും പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്. പക്ഷെ അത് മുസ്ലിം ലോകം ഉപയോഗിച്ചു വരാറില്ല. ഉണ്ടോ? വഹാബികളുടെ അൽമനാറിൽ നിന്നാണ് വായിക്കണത്. ഇല്ലെന്ന് വഹാബികൾക്ക് പറയാൻ ധൈര്യം ഇങ്ങോട്ട് വരും. ഇത് ഞങ്ങൾ മംഗലാപുര സംഭവത്തിലെ ഒന്നാമത്തെ ചോദ്യം ഈ അൽമനാർ വെച്ചിട്ടാ, മറുപടി പറഞ്ഞിട്ടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈസൽ മൗലവി പറയേണ്ടതായിരുന്നു. അതുകൊണ്ട് ഒരൊറ്റ കുട്ടിയും ഇല്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കൂല. മംഗലാപുരത്ത് ഞങ്ങൾ സംവാദത്തിൽ പരസ്യമായി 2 കൂട്ടരും ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടി വേദി പങ്കിട്ടപ്പോൾ ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇത് വെച്ചായിരുന്നു, അൽമനാറിലെ ഈ വരി വെച്ചായിരുന്നു. അതുകൊണ്ട് അതില്ല എന്ന് അവിടെ പറയാത്ത കാലത്തോളം ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന മുജാഹിദ് മൗലവി, ജബ്ബാർ മൗലവി പോലും ഇരിക്കുന്ന ആസാസിൽ വെച്ച് കാമാ നിഷേധത്തിന്റെ സ്വരം ഉയർത്താത്ത കാലത്തോളം മുജാഹിദുകളില്ല എന്ന് പറയൂല എന്ന് ധൈര്യമാണ്. ഇനി വേണമെങ്കിൽ എല്ലാം എപ്പോഴാണ് എങ്ങനെയാന്ന് ലക്കമൊക്കെ നമുക്ക് കാണിക്കാൻ കഴിയും. എന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ, പ്രാർത്ഥനയ്ക്ക് ദുആ എന്നാണ് അറബി പറയുക. ഇനി അപേക്ഷ എന്ന്, വിളി, സഹായാർത്ഥന എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. പക്ഷെ അത് പ്രയോഗിക്കാറില്ല. മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുക്കില്ല നമ്മളില്ലേ? അപ്പൊ മുനിസിപ്പാലിറ്റിയോട് ആരും പ്രാർത്ഥിച്ചു എന്ന് പറയലുണ്ടോ? ഉണ്ടോ? മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു പറയലില്ല. അത് സാങ്കേതികമായി അങ്ങനെ പറയലില്ല.
പിന്നെന്താണ് പ്രാർത്ഥന എന്ന് എപ്പോഴാ പറയല്? കേട്ടോളൂ, അൽമനാറ പറയണത്, അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. കേട്ടോളൂ ഒന്നും കൂടി മുജാഹിദുകളെ, അടിമ എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്? എപ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? മുഹീദ്ദീൻ ശേഖേ എന്ന് വിളിച്ചാൽ പ്രാർത്ഥനയാകുമോ? മമ്പുറം തങ്ങളെ എന്ന് വിളിച്ചാൽ പ്രാർത്ഥനയാകുമോ? യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ പ്രാർത്ഥനയാകുമോ? ഇല്ലേ. അൽമനാറിലാണ് ഒന്നാമത്തെ ടെസ്റ്റ്. അൽമനാർ പറയുന്ന അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവോട് നടത്തുന്ന അർത്ഥനയാണ് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ ദുആ അഥവാ പ്രാർത്ഥന. അപ്പൊ അടിമ ഉടമയായ ദൈവത്തോട്, അള്ളാഹുവിനോട്, ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിനോട് ചോദിക്കണം. അപ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ, ദുആ ആവുള്ളൂ. മുഹീദ്ദീൻ ശൈഖ് ദൈവ ആണോ? മമ്പുറം തങ്ങൾ അള്ളാഹു ആണോ? അള്ളാഹുവിന്റെ റസൂൽ പോലും അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദൂതരാണ്. അള്ളാഹു അല്ല, ഇലാഹല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ് അല്ലേ ഉള്ളൂ എന്ന് അടിയറച്ച് വിശ്വസിക്കുന്ന മുത്തുമുഅ്മിനായ മനുഷ്യൻ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ യാ അല്ലാഹ് എന്ന വിളി പോലെയല്ല. യാ അല്ലാഹ് എന്ന വിളി അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥനയാണ്, അത് ദുആയാണ്. യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല. എന്തുകൊണ്ട്? അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോടല്ല വിളിക്കുന്നത്, മറ്റൊരു അടിമയായ, ഏറ്റവും ശ്രേഷ്ഠരായ അടിമയായ, അള്ളാഹുവിന്റെ ദൂതരായ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് കൊണ്ട് അത് പ്രാർത്ഥനയല്ല. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാലും പ്രാർത്ഥനയല്ല, അത് ആരാധനന്റെ ഭാഗമാകുന്ന പ്രാർത്ഥനയല്ല. ഇനി നേരെ മറിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷ, അതുപോലെ വിളി എന്നൊക്കെ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് വിളിച്ചതിനെ പറ്റിയും പ്രാർത്ഥന എന്ന് ഭാഷാപരമായി പ്രയോഗിച്ചാൽ തെറ്റൊന്നുമില്ല. ഉമ്മ എന്ന് വിളിച്ചാൽ ഉമ്മാനോട് പ്രാർത്ഥിച്ചു, ഗവൺമെന്റിനോട് പ്രാർത്ഥിച്ചു എന്ന് ഭാഷാപരമായി തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഉപയോഗിക്കാത്തതാണ്. വഹാബികളാണ് ഈ ശൈലി കൊണ്ടുവന്നിട്ടുള്ളത്. മഹാന്മാരോട് പ്രാർത്ഥിക്കൽ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ മഹാന്മാരോട് വിളിക്കൽ, അവരോട് സഹായം തേടൽ, അവരെ വിളിച്ച് സഹായം തേടിയാൽ ശിർക്കാകുമെന്നല്ലേ പറയുന്നത്? 6200 ചില്ലറ ആയത്തുകളിലെ ഏതെങ്കിലും ഒരായത്തിൽ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു കഷ്ണമായത്തിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ മഹാന്മാരെ, അള്ളാഹ് പൊരുത്തപ്പെട്ട മഹാന്മാരോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് പറയുന്നത് വഹാബികൾക്ക് കാണിക്കാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ വരൂ, നിങ്ങൾക്കാണ് ഇവിടെ കസേര, നിങ്ങൾക്കാണ് ഇന്നത്തെ വേദി. ബൈലക്സിലൂടെ ലോകത്തിന്റെ അറ്റതിക്കുകളിൽ നിന്നും ലോക മുസ്ലിമീങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ സാഗൂതം ഉറ്റുനോക്കുകയാണ്. നിങ്ങൾ എത്ര പരിപാടികൾ വെച്ചു? ജിന്നൂരികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഇൻസൂരികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മടവൂരികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, സക്കരിയൂരികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഏതെങ്കിലും ഊരികൾക്ക് വരാൻ ധൈര്യമുണ്ടോ? ഖുർആനിൽ ഏതെങ്കിലും ഒരായത്തിൽ മുഹീദ്ദീൻ ശൈഖേ കാക്കണേ എന്ന് വിളിച്ചാൽ അവൻ മുസ്ലിമല്ല, മുശ്രിക്കാണ്, ഇസ്ലാമിക വൃത്തത്തുനിന്ന് പുറത്താണെന്ന് പറയുന്ന ഒരായത്ത് കാണിക്കാൻ കഴിയുമോ? അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഖുർആനിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് പ്രാർത്ഥന നടത്തിയ ഒരു പ്രാർത്ഥന ഖുർആനിൽ കാണാൻ കഴിയുമോ? ഏതെങ്കിലും അള്ളാഹുവിന്റെ മഹാന്മാരോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? എത്ര പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ? അങ്ങനെയുണ്ടോ? വഹാബിന്റെ വലിയ പടുകൂറ്റൻ ചോദ്യം. വഹാബി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ല, പ്രാർത്ഥന എന്ന് അതിന് പറയൂല. അമ്പിയാക്കളാണെന്ന് വിശ്വസിച്ചാൽ അത് പ്രാർത്ഥനയാവൂല. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് ചോദിക്കുമ്പല്ലേ പ്രാർത്ഥനയാവുക. അമ്പിയാക്കളായ പിന്നെ അവരെ അള്ളയല്ലല്ലോ, അവരെ വിളിച്ചാൽ അത് പ്രാർത്ഥനയാകൂലല്ലോ. പിന്നെ ആകാത്തൊന്ന് ഖുർആനിൽ ഉണ്ടാവുമോ? ഇല്ലാത്ത ആജിക്കാനോട് മസാല വയ്ക്കല് എന്ത് പരിപാടിയാണ് ഇതെന്ത് പരിപാടിയാണ്? ഇതെവിടെയാണ്? ഒരു കുട്ടി, ഒരു മുജാഹിദ് പ്രഭാഷകനുണ്ട്, ഒരു സാധുവാണ്, അത് പഠിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തെ ഞാനൊരു ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അഫ്ളൽ ഇൽമിന്റെ പ്രിലിമിനറിന്റെ പഴയകാല 1 വർഷമാണ്, ആ കോഴ്സ് മാത്രം മതരംഗത്ത് അദ്ദേഹം അറബി ഭാഷയിൽ നിന്ന് എഴുതിയത്. അങ്ങനത്തെ ഒരു വലിയ പടുകൂറ്റം പ്രഭാഷകനുണ്ട് മുജാഹിദിന്റെ, നീട്ടി വയലുന്ന പ്രഭാഷകൻ. പേരൊന്നും ഞാൻ പറഞ്ഞ് മോശപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പുണ്ട്. അദ്ദേഹം പറയും,
കുതുബിയത്ത് അള്ളാന്റെ റസൂൽ ചൊല്ലിയിട്ടുണ്ടോ? മുഹീദ്ദീൻ മാല അള്ളാന്റെ റസൂൽ ചൊല്ലിയിട്ടുണ്ടോ? ഖുർആനിലുണ്ടോ? മുഹീദ്ദീൻ ശൈഖിന്റെ ഖുർആനിലില്ല. പിന്നെ എങ്ങനെ കുതുബിയത്ത് ഖുർആനിലുണ്ടാവുക? മുഹീദ്ദീൻ ശൈഖിന്റെ ജീവചരിത്രമാണ് മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ ശൈഖിന്റെ മദതുകൾ പ്രകാശിപ്പിക്കുന്ന വരികളാണ് കുതുബിയത്തിന്റെ വരികൾ. അത് പിന്നെ എങ്ങനെയാ റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് 1400 കൊല്ലം കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ചരിത്രം എങ്ങനെയാ അന്നത്തെ ഖുർആനിലും ഹദീസിലും ഉണ്ടാവുക? അതിനർത്ഥം അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്തത് ഒന്നും പിന്നെ പറയാൻ പാടില്ല എന്ന ഒരു മദ്ഹും പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മുഹീദ്ദീൻ ശൈഖിനും ബദരീങ്ങൾക്കും മാത്രം ബാധകമല്ല. വാട്സാപ്പിലൊക്കെ ഒരു ക്ലിപ്പിങ്ങനെ പ്രചരിക്കുന്നുണ്ട്. എന്താ? റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത മുഹീദ്ദീൻ മാല, അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ചെല്ലാത്ത മുഹീദ്ദീൻ മാല, അവരാരും ആ മുഹീദ്ദീൻ മാലയും മൗലിദുകളും ചെല്ലാത്തത് കൊണ്ട് സ്വർഗത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ കടന്നൂടെ? പിന്നെന്തിനാ നമ്മളെ ചെല്ലാൻ നിൽക്കുന്നത്? എന്റെ പൊന്നു സുഹൃത്തേ, ഇതാ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മുഹീദ്ദീൻ മാലയല്ല, ഇത് ഉമർ മാലയാണ്. ഉമർ മൗലവിനെ അറിയില്ലേ നിങ്ങൾക്ക്? ആരാണ് ഉമർ മൗലവി? മുജാഹിദിന്റെ സമുന്നത നേതാവായിരുന്ന മർഹൂം ഉമർ മൗലവി മരണപ്പെട്ടപ്പോൾ ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹത്തെ പറ്റി ഒരു ലേഖനം വന്നു. എന്താണ് അതിലുള്ളതെന്നറിയോ? ഉമർ മൗലവിന്റെ മദ്ഹുകളാണ്. മാല എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ മാല എന്ന് പറഞ്ഞതിന് അർത്ഥം സാഹിത്യകാരന്മാരും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. മാല എന്ന് മലയാളികൾ പറയുന്നത് മഹത്തുക്കളുടെ ചരിത്രങ്ങൾ, അവരുടെ മഹത്തായ ചരിത്രങ്ങൾ ഗദ്യമായി അവതരിപ്പിക്കുന്നതിന്, പാട്ടായി അവതരിപ്പിക്കുന്നതിനാണ് മാല എന്ന് പറയുന്നത്. പ്രസംഗം എന്നത് ഗദ്യമായതുപോലെ അത് പാട്ടായി അവതരിപ്പിക്കുന്നതിനാണ്, അതിന് പദ്യമായി അവതരിപ്പിക്കുന്നതിനാണ് മാല എന്ന് പറയുന്നത്. എന്നാൽ ഉമർ മൗലവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പദ്യമായി അവതരിപ്പിക്കുന്ന ഉമർ മാല എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. അതിൽ മർഹൂം ഉമർ മൗലവി എന്നേ ഉള്ളൂ എന്റെ തലക്കെട്ട്. ഉമർ മാല എന്ന് ഞാൻ അതിന് വ്യാഖ്യാനം നൽകുകയാണ്. കാരണം മാലയ്ക്ക് ഇതാണ് അർത്ഥം എന്ന അർത്ഥസഹിതം. അല്ലാതെ ഉമർ മാല എന്ന് ഞാൻ എന്റെ വക ഉണ്ടാക്കി പറഞ്ഞു നിങ്ങൾ പറയണ്ട. ഉള്ളതേ പറയുള്ളൂ, ഇല്ലാത്തത് പറയാൻ ഞാൻ വഹാബിയല്ലല്ലോ. എന്താണ് അതിൽ പറയുന്നത്? ഒന്നാമത്തെ വരി, സ്വർഗത്തിലേക്കു കൂതിച്ചാഹോ ചേരേന വേദേന ശാന്തിതൻ സായുജ്യമാകുവാൻ. എന്താ പറഞ്ഞത്? ഉമർ മൗലവി മരിച്ചപ്പോ പറയാണ്. ഉമർ മൗലവി മരിച്ചിട്ട് എവിടത്തേക്കാ പോയത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാ? അല്ല. പിന്നെ എവിടത്തേക്കാ ഉമർ മൗലവി പോയത്? സൗദി അറേബ്യയിലേക്കാ? അല്ല. ഉമർ മൗലവി പോയത് എവിടത്തേക്കാണ്? മുജാഹിദ് മാസിക പറയുന്നു, ഉമർ മൗലവി മരിച്ചപ്പോൾ സ്വർഗത്തിലേക്കു ദിച്ചാഹോ ചേതേന വേദേന ശാന്തിതൻ സായോജ്യമാകുവാൻ. സ്വർഗത്തിലേക്കാ ഉമർ മൗലവി പോയത്. ആരാ ഇവരോട് പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോയി എന്ന്? ജിബ്രീൽ പറയണ്ടേ, അല്ലാതെ ഇവർ അറിയില്ലല്ലോ. പഠിച്ചോ നേരിട്ട് ഏതായാലും പറയൂല, ജിബ്രീലായിട്ടും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ ജിബ്രീൽ എപ്പോഴാ പറഞ്ഞത്? ജിബ്രീൽ പറഞ്ഞത് മറ്റൊരു സ്ഥലത്തുമായിരിക്കില്ല, മുജാഹിദ് സെന്ററിലേക്ക് മിക്കവാറും ജിബ്രീൽ വന്നിട്ടുണ്ടാവും. ഇല്ലേ? CD ടവറിൽ ഞാൻ ഇന്നും പോയിട്ടുണ്ട്. കോഴിക്കോട് പേഷ്യന്റിനെ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതിനിടയിലും ഞാൻ CD ടവറിലെ മുജാഹിദ് സെന്ററിലെല്ലാം കറങ്ങി അന്വേഷിച്ചു. ധാരാളം ഗ്രന്ഥങ്ങൾ വാങ്ങിയിട്ടാണ് വരുന്നത്. അവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും. അവിടെ പ്രത്യേകം ഒരുപാട് ഹൗസുകളൊക്കെ കാണുന്നുണ്ട്. ജിബ്രീൽ ഇറങ്ങുന്ന വല്ല ഹൗസും ഉണ്ടാവോ? ഉമർ മൗലവി സ്വർഗത്തേക്ക് പോയി എന്ന് പറയാൻ മുഹീദ്ദീൻ മാലനെ വിമർശിക്കുന്ന ആളുകൾ പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇല്ലേ, എന്റെ മൂരിതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കൊന്നാലക്ക് പറഞ്ഞോവർ എന്ന മാലയിൽ വന്നാൽ അത് ഭയങ്കര ശിർക്കായി പോയി, കുറ്റമായി പോയി എന്ന് പറയുന്ന ആളുകൾ അവരെ മുഹീദ്ദീൻ മാലയിലൂടെ പറയുന്നത് എന്താണ്? അവർ ഉമർ മാലയിലൂടെ അവതരിപ്പിക്കുന്നത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. സ്വർഗത്തിലെ കൂക്കു ദിച്ചാഹോ ചേതേന. ഉമർ സ്വർഗത്തിലേക്കാ പോയത്. ഇനി മുഹീദ്ദീൻ മാലയിലുണ്ട് എന്താണ്? ഭൂമിയോരുണ്ട് പോൽ എങ്കയിലെന്നോവർ ഭൂമിയാതൊക്കെയും ഒരു ചോമടെന്നോവർ. ഭൂമിയോരുണ്ട പോൽ. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങൾ പറഞ്ഞ അർലി കകൂറതി, ഭൂമി ഒരു കുറ പോലെ, ഒരു ഉരുണ്ടതാണ്. ഭൂമി വാഖ്തഉ അർളല്ലാഹി ഫീഹാ ലിഖത്വതി. ഞാൻ വളരെ വേഗം ഒരു സ്റ്റെപ്പ്
ഇവിടെ എടുത്തു വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഭൂമിയുടെ അങ്ങേയറ്റത്ത് എടുത്തു വെക്കും. അത്രമാത്രം ഞാൻ വിദൂരമായി സഞ്ചരിക്കാൻ, ഭൂമി മുഴുവനും കറങ്ങാൻ ആത്മീയത കൊണ്ട്, കറാമത്ത് കൊണ്ട് എനിക്ക് സാധിക്കുമെന്ന് മൊയ്തീൻ ശേഖ് തങ്ങൾ പറഞ്ഞതിന് ഖാദി മുഹമ്മദ് തങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചതാണ് ഭൂമിയോരുണ്ട് പോൽ എങ്കയ്യിലെന്നോവർ. അതിനെ വഹാബികൾ പരിഹസിക്കുന്നു. എന്താണെന്നറിയോ? കേട്ടോളൂ നിങ്ങള്. ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമുള്ള 7 ഭൂമിയേക്കാളും വലിപ്പമുള്ള 7 ആകാശത്തെക്കാളും വലിപ്പമുള്ള സ്വർഗമുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വജന്നത്തിൻ വജന്നത്തിൻ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ. സ്വർഗമുണ്ട് കൂട്ടരെ. ആ സ്വർഗത്തിന്റെ പ്രത്യേകത അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാളും വിശാലമാണ് സ്വർഗം. ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗലോകം ഉമർ മൗലവിന്റെ കയ്യിലുണ്ട്. ഉമർ മൗലവി പറയാണ്, ഭൂമി മൊയ്തീൻ ശേഖിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ഉപമാവാക്യം പറഞ്ഞാൽ പരിഹാസ്യം. എന്നാൽ സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങോ സമ്പാദിച്ച് ഭൂമിയെ. സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ ഭൂമിയെ. സ്വർഗലോകം കൈക്കുള്ളിലായിരുന്നോ എന്ന് മുജാഹിദുകൾ പറയും. ഞങ്ങളത് പിൻവലിച്ചു. നിങ്ങളങ്ങനെ പിൻവലിച്ചാൽ ഞങ്ങൾ മൊയ്തീമാല പിൻവലിക്കുന്ന പ്രശ്നം ഇല്ലേ ഇല്ല. ഞങ്ങൾ പിൻവലിച്ചു എന്ന് ചിലപ്പോൾ പറയൂ, നിങ്ങൾ ആ മാസിക പിൻവലിച്ചു, അല്ലെങ്കിൽ ആ ലേഖനം പിൻവലിച്ചു. എന്നാൽ ഞങ്ങൾ ഒരിക്കലും മൊഹീദ്ദീൻമാല പിൻവലിക്കൂല. അത് ഖാദി മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. അത് ചരിത്രത്തിന്റെ രേഖയാണ്. പിൻവലിക്കുന്ന പ്രശ്നമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, പിൻവലിച്ചാൽ എന്തിനാ നിങ്ങൾ പിൻവലിച്ചത്? ശിർക്കായതുകൊണ്ടാ? എങ്ങനെ ശിർക്ക് പിൻവലിക്കുക? പറ. ഒരാൾ മുശ്രിക്കായി, ഞാൻ എന്താ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുമോ? നിങ്ങൾക്ക് അത് അറിയില്ല കൂട്ടി. നിങ്ങൾ മദ്രസയിലൊന്ന് പഠിച്ചൂടെ? ഞങ്ങൾ മദ്രസയിലൊന്ന് വന്നൂടെ? അതുകൊണ്ട് ഞങ്ങൾ കസാരയിട്ടിരിക്കണം. നിങ്ങൾ വരും. നിങ്ങൾ ബഹുമാന പുരസ്കാരം മദ്രസയിൽ നിന്ന് പോകാത്ത ആളുകളല്ലേ? നിങ്ങൾ വരും ധൈര്യം ഉണ്ടെങ്കിൽ. നിങ്ങൾ ആ ധൈര്യം ഒന്ന് കാണിട്ട്. ഒറ്റയ്ക്ക് വന്ന് പ്രസംഗിച്ചു പോകാൻ ഭയങ്കര ധൈര്യമാണ്. ഇരുളിന്റെ മറവിൽ ആക്രമിക്കുന്ന ചില പൊളിറ്റിക്കൽ ആളുകളുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ പകൽ മധ്യത്തിൽ ധൈര്യമായി വന്ന് ചെയ്യണ്ടേ? വരൂ, നിങ്ങൾ വരൂ. എവിടെ നിങ്ങളെ ജിന്ന്, എവിടെ നിങ്ങളെ ഇൻസ്? ഒന്ന് വരൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയാണ്. ഉമർമാല പൊളിച്ചെഴുതുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മൊഹീദ്ദീൻ മാലെന്ന് ഉമർമാലന്റെ 4 അഴത്ത് തീർത്തൂല. അത്ര ഉഷാറാവും ഉമർമാലയിലുള്ള വരികൾ. എന്തൊക്കെയാ ഉള്ളതറിയോ? ഓ, ആരാ ഉമർ മൗലവി? മൂപ്പരെ കയ്യിലാടുത്ത സ്വർഗലോകം. വലിയ സംഭവം തന്നെയല്ലേ അത്? ഇല്ലേ? സ്വർഗലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങോ സമ്പാദിച്ച് ഭൂമിയെ. ഇനി അറബിയിലുണ്ട് വേറൊരു കിതാബ്. അറബിയിൽ ഖസീദത്തുൻ ഫീ റസാഇ ശൈഖ് അഹ്മദ് ഉമർ അഹ്മദ് അൽ മലബാരി. മലബാരി എന്ന് പറഞ്ഞാൽ മലയാളി അല്ലേ? മലബാരി ഉമർ അഹ്മദിന്റെ മോൻ ഉമർ, അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ റസാഖ്, അദ്ദേഹത്തിന് വാഴ്ത്തലുകളുടെ ഒരു ഖസീദ, ഒരു പദ്യം, ഒരു മാല. പ്പെട്ട ശറഫലനാ മൗലിദിന്റെ വരികളുണ്ട്. യാ സയ്യിദ സാദാല. എന്താ റസൂലുള്ളാഹിനെ വിളിക്കുന്ന വരി? അള്ളാഹിനെ വിളിക്കുന്ന വരി അല്ല. ശറഫലനാമിന്റെ അവസാനത്തിൽ കാണാം, ഒരുപാട് നേരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുനാജാത്ത് നടത്തും. നബി അസ്റഖൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാഇ. ഒരുപാട് നബിയോട് ഇങ്ങനെ മദ്ഹ് നടത്തിയ ശേഷം അവസാനം അടിമ അല്ലാഹുവിനോട് നടത്തുന്ന ഒരു മുനാജാത്തുണ്ട്. യാ വലി യൽ റജാതി. അത് റസൂലുള്ളാഹിനോടാണ്. റസൂലുള്ളാഹിനെ വലിയുൽ ഹസനാത്തി എന്ന് വിളിച്ചോ. ഇതാ ശിർക്ക്. ഞങ്ങൾ പറഞ്ഞു മൗലവി അത് റസൂലുള്ളാഹിനോടല്ല, അത് അള്ളാഹിനോടാണ് ആ വിളി. അതൊന്നും പറ്റൂല. അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ചതിന്റെ തൊട്ടുവേക്കിൽ അള്ളാഹിനോട് വിളി പാടില്ല എന്ന് പറയുന്ന മൗലവിമാരെ ഇതാ കേട്ടോളൂ. ഉമർ മൗലവിനെ വിളിച്ച് 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 അവസാനം പറയുന്നത് എന്താ? യാമന്നലൂസു ബിഹി മിനൽ അഹ്വാലി മുതദർരിയൻ അദ്നു മിനൽ ഖഹാരി അൻതൽ ലദീ ഔജൈതനി വബൈതനി തഹതൽ മദിൽ
എന്താണ് പറഞ്ഞത്? അന്തല്ലതീ, നിങ്ങളെ ഭാഷയിൽ അർത്ഥം വെച്ചാൽ ഉമർ മൗലവി, മരിച്ചുപോയ ഉമർ മൗലവി, നിങ്ങളാണ് ഔജത്തനീ, എന്നെ പടച്ചത്, വാവൈത്തനീ, എനിക്ക് അഭയം തന്നത് നിങ്ങളാണ് ഉമർ മൗലവി എന്ന് ഉമർ മൗലവി ഇതാ വിളിക്കുന്നു. നിങ്ങൾ മുസ്ലിക്കാണോ മുസ്ലിമാണോ തീരുമാനിക്കൂ. നിങ്ങൾ ഞങ്ങളുടെ ഷറഫുൽ അനാമിലെ യാ വലിയൽ ഹസനാത്തി, അല്ലാഹുവിനോടല്ല നബിയോടാണ് എന്ന് പറയുന്ന അതേ ഭാഷയിൽ ഉമർ മൗലവിന്റെ ഈ വരി നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ കഴിയുമോ? പിൻവലിക്കും. നിങ്ങൾ പിൻവലിച്ചാൽ ഞങ്ങൾ ഷറഫുൽ അനാം പിൻവലിക്കൂല. നിങ്ങൾ പിൻവലിക്കും. ഞങ്ങളിങ്ങനെ തെറ്റ് കാണിക്കുമ്പോൾ ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയും. പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരില്ല. ഒരു മനുഷ്യൻ മുശ്രിക്കായാൽ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലണം. പിൻവലിച്ചു എന്നങ്ങ് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോരാ. ഇനി പറയട്ടെ, അള്ളാഹുവിന്റെ മഹാന്മാരോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് ഒരൊറ്റ കാണാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട മഹാന്മാരായ അള്ളാഹുവിന്റെ ദീനിന്റെ മുഴുവൻ ഔലിയാക്കളും ഉലമാക്കളും ആലിമീങ്ങളും പരിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് മഹാന്മാരെ വിളിച്ച് സഹായം തേടണം എന്ന്. പള്ളിപ്പുറത്തുനിന്ന് ഞങ്ങൾ ചോദിച്ചു, ഒരു മുജാഹിദിന്റെ സുഹൃത്ത്, അങ്ങനെ ഒരു സുഹൃത്തൊന്നും അല്ല അവന് അവിടുത്തെ അഫ്ദൽ നമുക്ക് പഠിക്കുന്ന ഒരു അറബി കോളേജിൽ പഠിക്കുന്ന മുജാഹിദിന്റെ ഒരു വിദ്യാർത്ഥിയാണ്. സാധാരണ ഒരാളല്ല, ചെറുതൊക്കെ കണ്ടിങ്ങനെ വലക്കുന്ന ആളാണ്. തരമരുത്താൻ അല്ലാണ്ട് ഇരുത്തിയിട്ട് മോശപ്പെടുത്താനല്ല. അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ ഔലിയാക്കളെയോ അമ്പിയാക്കളെയോ വിളിച്ച് സഹായം തേടുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, ഞങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയല്ല, അത് സഹായം തേടൽ വേറെ, പ്രാർത്ഥന എന്ന് വേറെ, ഖുർആനിലോ സഹീഹായ ഹദീസിലുണ്ട്. സഹീഹന്നാവണം, ലൈഫൊന്നും വേണ്ട. ഞാൻ അവിടെ ഓതിയ ഹദീസ്, ഒരു ഹദീസ് ഓതി കൊടുത്തു. അത് സഹീഹല്ലേ എന്ന് വെച്ചു. സഹീഹാണെന്ന എല്ലാ രേഖയും അവിടെ സമർത്ഥിച്ചു. ആ കുട്ടി പിന്നെ അനങ്ങുന്നില്ല. വേറെ ചോദ്യം ചോദിക്കുക. ഞാൻ പറഞ്ഞു വേറെ ചോദിച്ചാൽ പറ്റൂല, ഇതൊന്ന് തീർപ്പാകണം. ആ ഹദീസ് വീണ്ടും ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. മഹാനായ മുഹദ്ദിസുകളുടെ ലോകത്തെ ചക്രവർത്തി ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു തന്റെ മുസന്നഫിൽ ഉഖലാനി, തന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ദസായ ഇബ്നു തീമിയ ഉണ്ടല്ലോ, ആ ഇബ്നു തീമിയന്റെ അരിമ ശിഷ്യൻ ഇബ്നു കസീർ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ജനങ്ങൾക്ക് വരൾച്ച വന്നു, വെള്ളമില്ലാതെ വെള്ളക്ഷാമം വന്നു, പ്രയാസം നേരിട്ടു. വെള്ളമില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും വെള്ളം തരാൻ കഴിയുമോ? ഒരാൾക്ക് വെള്ളം തരാൻ കഴിയില്ല. ഭൗതികമാണോ? ഭൗതികമാണോ? വെള്ളത്തിന് ഒരാളോട് ചോദിക്കൽ, കിണറിൽ നിന്ന് വെള്ളം തരാവുന്നത് ഭൗതികമാണ്, സാധാരണമാണ്. കിണറിലൊക്കെ വെള്ളം വറ്റി എല്ലാ വെള്ളത്തിന്റെ വഴികളും മുട്ടുമ്പോൾ ഇനി വെള്ളം വേണം. ഭൗതിക മാർഗത്തിലല്ല, സാധാരണ മാർഗത്തിലല്ല, ദൃശ്യമാർഗത്തിലല്ല, അദൃശ്യമാർഗത്തിൽ. എന്താണ് അവർ ചെയ്യേണ്ടത്? ഈ വെള്ളം ചോദിക്കാൻ സഹാബത്ത് ചെയ്തത് എന്താണെന്നറിയോ? വകാന ഫീ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്കൊക്കെ വെള്ളക്ഷാമം ഉണ്ടായപ്പോൾ ഒരാള് വന്നു. എവിടെയാണ് വന്നത്? ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ഖബറിനടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ അല്ലാഹ് എന്നല്ല, യാ റസൂലല്ലാഹ് എന്നാണ് വിളിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി വഫാത്തായി എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ആ കൊല്ലം കഴിഞ്ഞിട്ട് ഖബറിന്റെ പുറത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ വിളിക്കുന്നത് യാ റസൂലല്ലാഹ്, നബിയേ. എന്താണ് ഈ വിളി? മരിച്ചാൾ കേൾക്കോ? വഹാബി പറയുന്നില്ല. പിന്നെയോ ഈ വിളി എന്ത് വിളിയാ നബി കേൾക്കുമെന്ന് വെച്ചാൽ അത് ഭൗതിക മാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ, അദൃശ്യ മാർഗത്തിലൂടെ. ഈ വിളിച്ച വിളിന്റെ അഭിപ്രായം, വഹാബികളുടെ അഭിപ്രായം മുശ്രിക്കാണെന്നായിരിക്കും. എന്നാൽ ഇതൊരു ശിർക്ക് സംഭവമായിട്ടാണ് വരേണ്ടത്. ഇമാമുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച പ്രസിദ്ധമായ സംഭവം. എന്നിട്ട് റസൂലുള്ളാഹിനോട് എന്താ പറയുന്നത്? നബിയേ, ഇസ്തസ്ഖിലി ഉമ്മതിക്, ഈ ഉമ്മത്തിന് നിങ്ങൾ വെള്ളം വാങ്ങി തരണം നബിയേ.
മഴ വാങ്ങി തരണം നബിയേ, ഫഇന്നഹും ഖദ് ഹലകൂ, കാരണം വെള്ളമില്ലാതെ നാശത്തിലാണ്, വിനാശത്തിന്റെ വക്കിലാണ് നബിയേ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കാലത്തുള്ള ആ ജനങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയുന്നു. ഇത് സ്വഹാബത്തിന്റെ സ്വഭാവമാണ്. സർവ്വ മുഅ്മിനീങ്ങളുടെയും സ്വഭാവം ഇത് തന്നെയാണ്. ഇതിനെയാണ് നിങ്ങൾ ശിർക്ക് എന്ന് പറയുന്നത്. വഹാബികൾ നമ്മുടെ മേൽ ഇതിനെപ്പറ്റിയാ ശിർക്ക് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞതിന്റെ ദുരന്തഫലം മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല എല്ലാവർക്കും തരും. വഹാബികളെ മനസ്സിലായിക്കോളൂ. എന്താ, നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സക്കരിയ സലാഹി എന്ന് പറയുന്ന ആളുണ്ട്, നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തിന്? എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന്? വള്ളിട്ടൗസറിട്ട കാലം മുതൽ മുജാഹിദിന് വേണ്ടി നോട്ടീസ് ഒട്ടിച്ച് പ്രസംഗിച്ച് പ്രഭാഷണം നടത്തി, മണ്ഡനം നടത്തി, വാദപ്രതിവാദം നടത്തി, പുസ്തകം എഴുതി, ലഘുലേഖ എഴുതി, സർവ്വ ചവറും എഴുതി, അങ്ങനെ മുജാഹിദിനെ പരിപോഷിപ്പിച്ച, ഇപ്പൊ ഏതാണ്ട് താടിയും മുടിയൊക്കെ നിരച്ച ഒരു മധ്യവയസ്കൻ. ഞാൻ വ്യക്തിഹത്യ നടത്തുന്നൊന്നുമല്ല, നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം കടുകടുത്ത പ്രയോഗങ്ങൾ റസൂലുള്ളാഹിക്കെതിരെ നടത്തിയിട്ടുണ്ടിരിക്കട്ടെ, ആ ഭാഗത്തൊന്നും ഞാൻ പോണില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയെ പറ്റി പറയുകയാണ്. എന്താണത് നിങ്ങൾ ആലോചിക്കൂ. നമ്മളെ 1922 മുതൽ വഹാബികൾ പറഞ്ഞു നിങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, ഇസ്ലാം എന്ന് പുറത്താണ്. എന്തേ? നിങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചു, നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചു, നിങ്ങൾ മക്കാമിൽ പോയി അവിടെ വിളക്കെത്തിച്ചു. അതിനെന്താണ്? അതിനെപ്പറ്റി പറയാൻ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കൂ. അതിന് ഇസ്ലാം എന്ന് പുറത്താണ്. 2002 മുജാഹിദുകൾ പിളർന്നു. മുജാഹിദുകൾ പിളർന്നിട്ട് പറഞ്ഞു, AP അബ്ദുൽ ഖാദർ മൗലവി എന്ന മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറിയും TP അബ്ദുൽ ഖോയ മദനി എന്ന് പറയുന്ന മുജാഹിദിന്റെ പ്രസിഡന്റും രണ്ടാളും മുശ്രിക്കാണ്, ഇസ്ലാം എന്ന് പുറത്താണ്. ആരാ പറഞ്ഞത്? ഉസൈം മടവൂരിന്റെയും സലാം സുല്ലമിന്റെയും അതുപോലെ തന്നെ ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദുകൾ പ്രായം ചെന്ന മുജാഹിദ് മൗലവിമാരെയും മുജാഹിദിന്റെ ബഹുഭൂരിപക്ഷം ഔദ്യോഗിക പക്ഷത്തിനെയും ഇസ്ലാം എന്ന് പുറത്താക്കി. അപ്പൊ അവർ 2002 മുതൽ മുജാഹിദുകൾ പൊരിഞ്ഞ തല്ലാൻ. കോഴിക്കോട് മുജാഹിദിന് 4 സെന്ററുകൾ ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. 4 സെന്ററുകൾ. ഒരു മുജാഹിദ് സെന്റർ മറ്റേ മുജാഹിദ് സെന്ററിന് മറുപടിയാണ്, മറ്റേ മുജാഹിദ് സെന്റർ മറ്റേക്ക് മറുപടിയാണ്, മറ്റേ സെന്റർ മറ്റേന് മറുപടി. 4 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് ഒഴിവില്ല. നിങ്ങൾ ആലോചിക്കണം. 4 സെന്ററുകൾ ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. പരസ്പരം ഏറ്റുമുട്ടുന്ന ആ ദൈവങ്ങളെന്ന് കണ്ടുമുട്ടാനേ ഇനിയും ഉണ്ടാവും. 40 36 വേറെ ഉണ്ടാവും. ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, ഇന്ന് അത്രയും ഒഴിവ് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദേവാവിങ്, മടവൂരി, ജിന്നൂരി, ഇൻസൂരി. മടവൂരി എന്ന ഔദ്യോഗിക വിഭാഗം. ദേവാവിങ് എന്ന് പറഞ്ഞാൽ സക്കരിയാന്റെ പുതിയ ടീമാണ്. പിന്നെയോ സക്കരിയാന്റെ നേതൃത്വത്തിൽ വേറൊരു ടീം. പിന്നെയോ ഔദ്യോഗിക KNM. ഇനി വേറെയും കുറച്ചൊക്കെ ഉണ്ട്. സുബൈർ മൗലവിന്റെ ഒരു നേതൃത്വത്തിലുണ്ട്. സഹീഹ് ഇബ്നു ഖുസൈമ ദർസ് നടത്തുന്ന ഒരു ടീം. വേറെ പരിപാടിയൊന്നുമില്ല. സംഘടനയില്ല എന്ന് പറയുന്ന വേറൊരു മുജാഹിദ് ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താ സംഭവിച്ചത്? 2002 മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിച്ചു. 10 കൊല്ലം മുജാഹിദുകൾ അടി കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ നന്നാവും നിങ്ങൾ വിചാരിച്ചേ? അല്ല. ഔദ്യോഗിക പക്ഷം പിന്നെയും അവർ പിളർന്നു. പിളർന്നത് എന്തിനാ? AP കട്ടിട്ടാണോ? ഇല്ല. പിന്നെയോ TP പെണ്ണുപിടിച്ചിട്ടാണോ? അല്ല. പിന്നെയോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? കള്ളുപിടിച്ച പ്രശ്നമാണോ? അല്ല, അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നോ? അത് പ്രശ്നം മറ്റൊന്നുമല്ല. മുജാഹിദുകൾ കുറച്ചാൾ മുശ്രിക്കുണ്ട്. ആരാ മുജാഹിദ് മുശ്രിക്ക്? ആരാ പറയണ? മുജാഹിദ് തന്നെ. അങ്ങനെ ഉണ്ടോ? നമ്മൾ ഔദ്യോഗിക പക്ഷമല്ലേ? അതെ. ഒന്നാമത്തെ മുശ്രിക്ക് സക്കരിയ സലാഹിയ. അദ്ദേഹം പറയട്ടെ, സങ്കടത്തോടെ മഞ്ചേരിയിൽ വന്നിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്തു നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത കാര്യം. സഹിക്കാൻ കഴിയോ? പിന്നെ എന്നെ മുജാഹിദിൽ നിന്ന് പുറത്താക്കോളി, ഞാൻ സഹിച്ചോളാം. ഞാൻ പുറത്തുനിന്ന് റെഡിയാ, ഞാൻ പുറത്തേക്ക് റെഡിയാ, സഹിക്കാൻ റെഡിയാ. പക്ഷെ എന്നെ എങ്ങനെയാ പുറത്താക്കിയത്? എങ്ങനെയാ? എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. സക്കരിയ സമം മുശ്രിക്ക്. സക്കരിയ മുശ്രിക്കാണെന്ന് പറഞ്ഞു. ആരാ ഞാൻ ആരാ? കഴിഞ്ഞ 30 കൊല്ലം മുജാഹിദിന് വേണ്ടി വള്ളിട്ടൗസറിട്ടകം മുതൽ ഓടിച്ചാടി നടന്ന ഞാൻ പറയട്ടെ. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടപെടമില്ലാതെ നിൽക്കുന്ന കന്നല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. എന്നെ മുശ്രിക്കാണെന്ന് പറഞ്ഞ് പുറത്താക്കി. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കരിയാണ് മഞ്ചേരിയിൽ മുജാഹിദുകളെ വിളിച്ചു കൂട്ടിയിട്ട്. അതിനും വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? സക്കരിയ മുശ്രിക്കാന്ന് പത്രത്തിൽ കൊടുത്തു. നിങ്ങൾ സുഖാര്യം പറഞ്ഞാൽ പോരെ? പത്രത്തിൽ വന്നില്ലേ? പത്രത്തിൽ കൊടുത്തില്ലേ ഞാൻ മുശ്രിക്കാണെന്ന്? സംഘടനയെ പറഞ്ഞാൽ പോരെ? പത്രത്തിൽ കൊടുക്കണം. ഞാൻ മുശ്രിക്കാന്ന് 30 കൊല്ലം ഞാനിത് പറഞ്ഞു നടന്നില്ലേ?
ഇനി ആലോചിച്ച് നോക്കൂ, എന്റെ സംസാരം കേൾക്കുന്ന മുജാഹിദുകളെ, നിങ്ങൾ ഇനി പരസ്പരം നിങ്ങളെയും ഇനി മുശ്രിക്കാക്കുവര്. നിങ്ങൾ മുശ്രിക്കാന്ന് പറഞ്ഞു, ഞങ്ങൾ മുശ്രിക്കാന്ന് പറഞ്ഞു തുടങ്ങിയതാ. AP മുശ്രിക്കാന്ന് പറഞ്ഞു, TP മുശ്രിക്കാന്ന് പറഞ്ഞു, ഇപ്പൊ സക്കരിയ മുശ്രിക്കാന്ന് പറഞ്ഞു, ജബ്ബാർ മൗലവി മുശ്രിക്കാന്ന് പറഞ്ഞു. ഇനി തീർന്നില്ല, ഇതൊന്നും അവസാനിക്കുന്നില്ല. ഇവിടെ ശിർക്കാരോപണം, ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കണം. മുജാഹിദുകളെ ഇത് അവസാനിപ്പിക്കണം, നിർത്തണം. നിങ്ങൾ പിൻവലിക്കണം. നിങ്ങളിത് പറയുന്നത് പിൻവലിക്കണം. അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഇതേ ലോകം നൽകി ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പരസ്പരം മുശ്രിക്കാക്കി ആരും മുസ്ലിമില്ലാത്ത വിധ മുജാഹിദുകൾ അതപ്പതിക്കുന്ന ഒരു കാലം വിദൂരമല്ല. ഇനി നിങ്ങൾ കേട്ടോളൂ, മുജാഹിദുകൾ പണ്ടൊക്കെ പറയുന്നത് ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണ്. ഇപ്പം മുജാഹിദിന് തൗഹീദ് എന്ന് പറയാൻ ധൈര്യമില്ല. ഞങ്ങൾ പറയട്ടെ, ഈ മാഹിമുക്ക് ശാഖ SKSF സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഞങ്ങളെ ശാഖ SKSF തയ്യാറാണ്. തൗഹീദ് എന്ന മേറ്ററിൽ, ശിർക്ക് എന്ന മേറ്ററിൽ നിങ്ങളൊരു സംവാദത്തിന് തയ്യാറുണ്ടോ? പരസ്യമായ 2 വേദി കെട്ടിയിട്ട്, അല്ലെങ്കിൽ സ്വകാര്യമായ ഒരു മുറിയിലിരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഹാളിലിരുന്നിട്ട് നിങ്ങൾക്ക് തൗഹീദ് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു മുഖാമുഖം സംഘടിപ്പിക്കൂ. ഞങ്ങളെപ്പോലെ ഉദാരമായി നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം നൽകുന്ന ഒരു എലാസ്റ്റിക് മുഖാമുഖമല്ലാതെ തൗഹീദ് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് മുഖാമുഖം നടത്താൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലാന്ന് ഇപ്പൊ തന്നെ മറുപടി കിട്ടും. എന്താണെന്നറിയോ, നന്ദിയിൽ ഇവർ പണ്ടൊരു മുഖാമുഖം നടത്തി. നന്ദി നിങ്ങൾക്കറിയില്ലേ? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ദർസ് നടത്തിയ ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിൽ മുജാഹിദുകൾ മുഖാമുഖം. ഞങ്ങൾ വിചാരിച്ചു നടന്നു തന്നെയെന്നാ. വലിയ പോസ്റ്ററേ, ആ പോസ്റ്റിൽ കുറെ ആൾക്കാരുടെ പേര്, സക്കരിയ സലായി, മറ്റേ സുല്ലമി ആമയൂര്, പിന്നെ മജീദ് സലായി, അനീസ് കായക്കൊടി, അനസ് മൗലവി, ഒരുപാട് റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടാത്ത ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വലിയ ആൾക്കാർ, ചെറിയ ചെറിയ ആൾക്കാരൊക്കെ. ഇത്രയും ആളുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ച് നടന്ന തന്നെ പരിപാടി. നന്ദിയിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളൊക്കെ വിട്ട് ചോദ്യം ചോദിക്കാൻ. എന്താ നന്ദി കാട്ടിയെന്നറിയോ? നഗ്നമായ ചിത്രങ്ങൾ മുഴുവനും പുറത്തിട്ടാൽ മുജാഹിദുകൾ നാറിപ്പോകും. നന്ദിന്റെ പരിസരം മുഴുവൻ ആദ്യം തന്നെ മുജാഹിദിന്റെ റൗഡി ഗുണ്ടകളെ കൊണ്ട് നിറച്ചു. ഇന്ന് ചോദ്യം ചോദിക്കുന്ന ആൾക്ക് വാരിക്കേടുകൾ സൃഷ്ടിച്ചു. ആ വാരിക്കേടിന്റെ ഉള്ളിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നവന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് മേക്കിംഗ് പിടിച്ചേറ്റി എല്ലാ സംവിധാനം. ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഒരാൾ ഉത്തരം അരമണിക്കൂർ, മൂപ്പരാൾ തളർന്നു പോയിരിക്കും. എന്നിട്ട് വേറൊരാൾ അതേ ചോദ്യത്തിന് പിന്നെ ഉത്തരം അരമണിക്കൂർ, അങ്ങനെ 1.5 മണിക്കൂർ ഒരു ചോദ്യത്തിന് ഉത്തരം. അങ്ങനെ ഞങ്ങൾ എത്ര ചോദ്യം ചോദിക്കാം? ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എത്രയും ചോദിക്കാം. ഈ സമ്മേളനം ജനങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നേരം വെളുക്കുന്നവരെ നീട്ടിക്കൊണ്ടുപോകാം. ധൈര്യമുണ്ടോ? നിങ്ങൾ വരി, നിങ്ങൾക്ക് മൈക്ക് തരാം. ധൈര്യമുണ്ടോ? നന്ദിയിൽ മുഖാമുഖം നടത്തിട്ട് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ കാര്യമായ ലീഡർ ഉണ്ട്. ഇവരെ കുറിപ്പിന്റെ ഉറപ്പ് സക്കരിയ സലായി, അവർ നേതാവതായിരുന്നു. മൂപ്പരെ കാണുന്നില്ല. ഞങ്ങൾ നോക്കി എങ്ങനെയാ ഇവർ വന്നത്? ബേക്ക് നോക്കാൻ കഴിയില്ലേ, മുമ്പല്ലേ നോക്കാൻ കഴിയുള്ളൂ. ബേക്കിൽ നനഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ ചിന്തിച്ചതേ ഉള്ളൂ. പക്ഷെ നനഞ്ഞെന്ന് പിന്നെ അറിഞ്ഞത് എന്താ? അടുത്ത സസ്പെൻസ് സക്കരിയാനെ മുജാഹിദിന്ന് പുറത്താക്കുന്നതിന്റെ ഒരു കാരണം നന്ദിയുടെ മുഖാമുഖത്തുനിന്ന് മുങ്ങി. പഠിച്ച തമ്പുരാനെ കുറെ ആൾക്കാരുണ്ടാകുമ്പോ ചിലപ്പോ ഒരാൾക്ക് എന്തെങ്കിലും അസൗകര്യം എല്ലാം വരാതിരിക്കൂലേ. ഇപ്പൊ ഞാൻ ഇന്നത്തെ പരിപാടിക്ക് സംബന്ധിക്കേണ്ടതല്ല, എങ്ങനെയൊക്കെയോ എന്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് വന്നതാ. സ്വാഭാവികമായും മനുഷ്യൻ എന്നൊക്കെ തടസ്സമുണ്ടാവും. അതിനെന്നെ സംഘടനയെന്ന് പുറത്താക്കല ഏത് ചോദ്യ? അവർ ഇങ്ങോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിലും പിന്നീട് അവർ പ്രവർത്തകരായ നമ്മൾ അവർ ഇങ്ങോട്ടുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും പിന്നീട് അവർ പ്രവർത്തകരായ നമ്മൾ മാത്രം തീരുമാനിക്കേണ്ടതല്ല എന്ന് പറഞ്ഞു. മുഖാമുഖത്തിൽ അവർക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. ഇതിന് മറുപടി പിന്നെ വെക്കുമെന്ന് ആ ജാതി അരപ്പത്തരം വേണ്ട. ഇതിന് മറുപടി വേറെ വെക്കുമെന്ന്. അവരിങ്ങോട്ട് സംവാദത്തിനുണ്ടോന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അപ്പൊ നേതാക്കളോട് ചോദിക്കണോ? നിങ്ങളെ ചോദിച്ച ഉത്തരം കിട്ടൂല കൂട്ടരെ. നിങ്ങൾ മൊയ്തീശേഖരനോട് ചോദിച്ചോളൂ, എന്താ ഉത്തരം കിട്ടും? ഇവരോട് ചോദിച്ച ഉത്തരം കിട്ടൂല. നിങ്ങൾക്ക് എത്ര തുടങ്ങി? ഞങ്ങള് മൊഹീദ്ദീൻമാരായിട്ട് ഞങ്ങൾ ഇറങ്ങി. സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു. ഇവർ വിചാരിച്ച് മൊയ്തീൻമാല എന്ന് പറഞ്ഞാൽ പേടിയാവുന്ന ഞങ്ങളോടാ. ഞങ്ങൾ ഉസ്താദുമാറും അതിന്റെ മേലുള്ള ഉസ്താദുമാർന്ന് വേണ്ട, ഞങ്ങൾ മതി. വെരി ഇല്ല. ഓരോ തടസ്സവും പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുക. ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. മുജാഹിദിന്റെ ഒരു ചിന്നൂരി എന്ന സാധനം അതുകൊണ്ട് ഇവിടെ സക്കരിയ സലായി അല്ല, ഹുസൈൻ സലഫിന്റെ സക്കരിയ സലായി വളർത്തിയുണ്ടാക്കിയ പ്രസ്ഥാനത്തെ അയാൾ അവസാനം പുറത്തിട്ടിട്ട് ഫൈസൽ മൗലവി എന്ന് പറയുന്ന സാധു
ദാറുൽ നിന്ന് റംജാൻ ഓതുമ്പോൾ ഓടിപ്പോയ ഒരു മൗലവിയുണ്ട്. റംജാൻ എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ ദർസൂട്ടി ഓതുന്ന കിതാബാ. അത് ഓതിയിട്ട് അവിടുന്ന് ഓടിപ്പോയൊരു മൗലവി, അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം. അതിലെ ക്ലിപ്പിംഗ് കേൾക്കണം, രസകരമായ ക്ലിപ്പുകളുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ ടീമുമായിട്ട് ഞങ്ങളൊരു മുഖാമുഖത്തിനിരുന്നു, ഒരു വ്യവസ്ഥക്ക്, സംവാദ വ്യവസ്ഥക്ക്. ആ വ്യവസ്ഥക്ക് ഇരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, കേന്നമാണോ നിങ്ങള്? കേന്നമൊന്നും പിന്നെ പറയണില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേന്നമല്ലെങ്കിൽ പിന്നെ ആരെ ദേവാവിങ്? ഞങ്ങൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു പ്രസ്ഥാനം ഞങ്ങൾക്ക് കേട്ട് പരിചയം തന്നെയില്ല. കേട്ട് പരിചയമുള്ള വല്ല മുജാഹിദ് വാക്ക് നിങ്ങൾ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ മുജാഹിദിന്റെ ആൾക്കാരനെ എന്നാ എഴുതിത്തരൂ. ആ എഴുതിത്തരാം, കേന്നമിന്റെ എല്ലാ നിലപാടും ഞങ്ങൾക്ക് എഴുതിത്തരാം. എല്ലാ നിലപാടും എഴുതിത്തരുമോ? എല്ലാ നിലപാടൊന്നുമില്ല. പിന്നെയോ നബിദിനാഘോഷം എന്ന വിഷയത്തിൽ മാത്രം, ബാക്കിയുള്ള കേന്നമിന്റെ നിലപാട് നമുക്ക് ബാധകമല്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അങ്ങനെയാ, അങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതുമെന്ന് പറഞ്ഞപ്പോ ഇല്ല, 2012 വരെയുള്ള മാത്രമേ ഉള്ളൂ, അതിന്റെ ഇപ്പുറം നമുക്ക് ബാധകമല്ല. എന്നാ അത് എഴുതിത്തരൂ. ആ എഴുതിത്തരാം, പിരിയുന്നതിന് മുമ്പ് എഴുതിത്തരാന്ന് പറഞ്ഞു. പിരിയുന്നതിന് മുമ്പ് തന്നില്ല. എന്നാ നാളെ തരുന്ന വിചാരിച്ച മാസങ്ങൾ 2 ഇന്നും തന്നില്ല. കമ്പിൽ മെയ് 24-ാം തീയതി സംവാദം നിശ്ചയിച്ചിട്ടുണ്ട്, 2 സ്റ്റേജ് കെട്ടിയിട്ട്. നിങ്ങളവിടെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവിടെ വരും, കണ്ടോളൂ. നിങ്ങളൊക്കെ വരണം, നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ്, ആർക്കും വരാം. എന്താ എങ്ങനെയാ ക്ഷണിക്കാം? മാന്യതണ്ടോ, ഉളുപ്പുണ്ടോ വഹാബികളെ? അവിടെ ഞങ്ങളോട് പറഞ്ഞൊരു കത്ത് തരാം, കേന്നമിന്റെ എല്ലാ നിലപാടും ഞങ്ങൾക്ക് തയ്യാറാണ്, ഞങ്ങൾക്കത് ബാധകമാണ്, നബിദിനാഘോഷം എന്ന വിഷയത്തിൽ 2012 വരെ ഇന്ന് വരെ തന്നിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ വിളിക്കുക? അവിടെ കത്ത് തരാതെ നിങ്ങളെ കമ്പിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കൂല. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് നന്ദിയിൽ മുഖാമുഖം നടത്തിയിട്ട് സംഭവിച്ചത്? സക്കരിയ സലാഹി വന്നില്ല, അദ്ദേഹത്തെ മുജാഹിദ് നിന്ന് പുറത്താക്കിയതിൽ ഒരു കാരണം നന്ദിയിൽ വരാതിരുന്നതാണ്. അതിന് സക്കരിയ സലാഹി മറുപടി പറയുന്ന രംഗം കേട്ടോളൂ നിങ്ങൾ. ആക്ഷേപം, നന്ദി മുഖാമുഖത്തിൽ ഞാൻ വരാതിരുന്നത് ജിന്ന് വിഷയത്തിൽ ചോദ്യം വരുന്ന പേടിച്ചിട്ടാണ്. സക്കരിയ സലാഹിക്ക് ആകർഷകരമായ അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? നന്ദി മുഖാമുഖത്തിൽ ഞാൻ സക്കരിയ പങ്കെടുക്കാതിരുന്നത് ജിന്നിനെ പറ്റി ചോദ്യം വരുമെന്ന് പേടിച്ചിട്ടാണ്. സക്കരിയാക്ക് ആദർശപരമായ ധൈര്യം നഷ്ടപ്പെട്ടു. അമ്മെന്ന ധൈര്യം ആരാ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, മുജാഹിദുകൾ പറയാം. അയാളെ പുറത്താക്കാനുള്ള ഒരു കാരണമായിട്ട് അവർ ഉന്നയിച്ചതാ. അതിന് സക്കരിയ മുജാഹിദിന് മറുപടി, സക്കരിയ മുജാഹിദ് ഔദ്യോഗിക മുജാഹിദിന് മറുപടി പറയട്ടെ. 2 എന്താ പറയാനെടുക്കും? മനസ്സുമോലമേ, നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത്. നന്ദി മുഖാമുഖത്തിന് വരാത്തത്, സക്കരിയ വരാത്തതിന്റെ കാരണം നമുക്കൊന്നും അറിയില്ല. നമുക്കറിയോ? മനസ്സ് മൗലവിക്കറിയാം. എന്തുകൊണ്ട്? പറയാണ്ടെന്നെ അറിയാം. അവർ അത്ര അടുത്ത സുഹൃത്തുക്കളാണ്, ആജൂനും മാജൂനുമാണ്. പിന്നെ വേറെ ആരെങ്കിലും സുഹൃത്തുക്കൾ അറിയുന്നത്? അനീഫ കായക്കൊടിക്കും അറിയാം എന്താ വരാത്തത്. മുജാഹിദുകൾ പറയൂ, അനീഫ കായക്കൊടിക്കും അറിയാം എന്താ വരാത്തത്. എന്താ വരാത്തത് പറ. ഞാൻ പറഞ്ഞു, മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിലാണ്. എന്ത്? നന്ദി എന്ന നാട്ടിലൊരു കോളേജ് ഉണ്ട്, ദാറുസ്സലാം, അതിന്റെ മുമ്പിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ്. അതിനെന്തേ? അതുകൊണ്ട് വന്നത് ബൈക്ക് പെർമിഷൻ കിട്ടൂലേ? കിട്ടൂ. പിന്നെന്തേ? പറയട്ടെ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാർക്ക് ബന്ധം വന്ന് വന്നിറങ്ങും, മജീസായി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടായിരുന്നു. മറ്റാൾ അങ്ങനെ 3 വാക്കിന്റെ സ്റ്റേജ് കയറണമായി സുന്നത്തായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റില്ല. ഇതിന്റെ രഹസ്യം. ജമാഅത്ത് ഇസ്ലാമിനോട് ഇവർ മുഖാമുഖം നടത്താൻ പോകാനുണ്ട്. എങ്ങനെയത്? അത് മജീദ് സലാഹിക്കാർ അവിടെ നിർത്തും, മൂപ്പർ ഇങ്ങോട്ട് കയറും, മറ്റേ സലാഹിക്കാർ അവിടെ നിർത്തി ഇങ്ങോട്ട് തരും, ഞാൻ സക്കരിയ സലാഹി ഇങ്ങോട്ടും കയറും, മറ്റേ അനീഫായ കൂടി ഇങ്ങോട്ടും കയറും. എന്നിട്ടൊരു മുഖാമുഖം നടത്തണം. ഒരു കാളവൂട്ട സാഹിത്യം വായിച്ച മുഖാമുഖം നടത്തിയാൽ മതി. സുന്നകളായിട്ട് അങ്ങനെ നടക്കുന്നത് കിതാബ് ഇതിന്റെ കളിയാണ്. പറയട്ടെ, കാളവൂട്ട സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് ഇത് നടത്തുന്ന മുഖാമുഖം. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, ഈ ക്ലിപ്പൊന്നും ഞങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചതല്ല. അംസബാക്കവി എന്ന് പറയുന്ന മുജാഹിദിന്റെ മോന്, മുജാഹിദിന്റെ നേതാവ് സ്വന്തം മകനായ ഷാഫി സലാഹി ചങ്ങലേരി എന്ന മറ്റേ മുജാഹിദിനെ വിളിക്കുന്നുണ്ട്. എന്റെ പോത്താണ് ആര്? ഷാഫി എന്ന് പറയുന്ന എന്റെ പോത്ത്. എന്താ കാരണം? ഉപ്പ വേറെ മുജാഹിദില, മോൻ വേറൊരു മുജാഹിദില. പോത്ത് എന്ന് വരുമാനൊക്കെയാ വിളിക്കണം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ ആലോചിച്ചോ? കേൾക്ക് ക്ലിപ്പുകളുണ്ട്. ഇനി അങ്ങനെ മൂപ്പര് വരുന്നില്ല, നന്ദിയിലതാ പ്രശ്നം. എന്നിട്ട് പറയട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി പറയട്ടെ.
അപ്പൊ പറഞ്ഞു ഇരിക്കാം എപ്പോൾ നാളെ ഇരിക്കാം, മറ്റന്നാൾ ഇരിക്കാം. അവസാനം പറഞ്ഞു നാളെ മുഖാമുഖാണ്, നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറുള്ള കാരണം എന്താ അറിയോ, ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം നോക്കണ്ടേ. തൗഹീദ് മുഖാമുഖം നടത്തുകയാണ്. അപ്പൊ സ്റ്റേജ് മേലുള്ള നമ്മൾ തന്നെ ഒരു മുജാഹിദിന്റെ തൗഹീദ് വേറെ ഒന്ന്, മറ്റേ മുജാഹിദിന്റെ തൗഹീദ് വേറെ ഒന്ന്, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ല. അതിന് അത് സ്റ്റേജിൽ വരുമ്പോൾ വ്യക്താകാതിരിക്കണമെങ്കിൽ ഒരു പോളിസി തീരുമാനിക്കണ്ട. നമ്മള് അഭിപ്രായ വ്യത്യാസമുള്ള ആർക്കും തിരിയണ്ട. അപ്പൊ നമ്മളൊരു പോളിസി തീരുമാനിക്കും. എങ്ങനെ ഇന്ന ചോദ്യം വന്നാൽ ഇങ്ങനെയൊക്കെ ഉത്തരം പറയാൻ നമ്മളെല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവാം. ഇല്ലേ, കള്ളന്മാരുണ്ടല്ലോ പോലീസ് തമ്മിൽ ഒക്കല്. ഇന്ന ചോദ്യം വന്നാൽ ഏത് രൂപത്തിൽ മറുപടി പറഞ്ഞു നമ്മൾ തമ്മിൽ അഭിപ്രായ പാദപ്രചരണം നടത്താൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇരിക്കണം, ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപചോദ്യം ചോദിക്കും, അത് ചർച്ച ചെയ്തിട്ട് പോകണമെന്നാണ് വിനീതന എന്റെ അഭിപ്രായം. എന്റെ വിവരക്കുറവുകൊണ്ടാണ്. എന്താ ചെയ്യാം? അപ്പൊ അവർ എന്നിട്ട് പിന്നെ അന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കുന്നില്ല. അതെന്തേ? രണ്ടാളെ സ്വഭാവം അതാണ്. അവർ രണ്ടാളെ പരിപാടി. പിന്നെ അപ്പൊ സെക്രട്ടറി ഫോണും സ്വിച്ച് ഓഫ് ആക്കി പോകണ്ടാണ് തീരുമാനം. ഇനി ഇങ്ങോട്ടും വരണ്ട, മായമൂക്കിലേക്കും വരണ്ട കേട്ടോ. എല്ലാ ഊരിന്റെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ക്ലിപ്പ്. അനസുമൗലവി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്, തൗബ ചെയ്യുക, ശിർക്ക് ചെയ്തിട്ടേ. അനസുമൗലവി ജിന്നിനെ വിളിച്ച് സഹായം തേടിയിട്ട്, മുജാഹിദുകൾക്ക് ജിന്ന് വന്നപ്പോ സർവ്വ മുജാഹിദുകൾ ജിന്നിനെ വിളിച്ചിട്ടുണ്ട്, ജിന്നിന്റെ സഹായം പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇതാ ശംസുദ്ദീൻ പാലത്ത് ജിന്നിനെ വിളിക്ക് സഹായം തേടുന്ന രംഗം കണ്ടോളൂ. എപ്പോഴും നമുക്കൊരു ജിന്നിന്റെ മദത് വേണമെന്നാ ശംസുദ്ദീൻ പാലത്ത് പറയുന്നത്, കേട്ടോളൂ. അദ്ദേഹം പറയാണ്, മനുഷ്യന്മാർ എത്ര ഉണ്ടോ അത്ര തന്നെ അതിലേറെ ജിന്നുകളുണ്ട്. നല്ല ജിന്ന് എത്ര ഉണ്ടോ അതിനേക്കാളും ബടക്ക് ജിന്നുണ്ട്. മോശം ജിന്ന് എത്ര ഉണ്ടോ അതിനേക്കാളും നല്ല ജിന്നുണ്ട്. അപ്പോ നമുക്ക് നല്ല ജിന്നിന്റെ സഹായം വേണം. ജിന്നിന്റെ സഹായം തേടുന്ന കേട്ടോളൂ. കൂടുതൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. ജിന്നുകളുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ നല്ലതുണ്ട്. അവരെ നമുക്ക് എന്താ കിട്ടണം എന്ന് പറഞ്ഞേ? എന്താ കിട്ടണം? എന്താണ് കേൾക്കാഞ്ഞത്? വാട്സപ്പിലെ ഫ്രണ്ടാ, ഫേസ്ബുക്കിലെ ഫ്രണ്ടാ? സുബഹിക്ക് വിളിക്കുന്നത് അവർ രണ്ടാളും ഫ്രണ്ടല്ല, നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഫ്രണ്ട് ആയിരിക്കണം അല്ലേ? സുബഹിക്ക് വന്ന് വിളിക്കും, നീക്കടോ സുബഹിസ്കരിക്ക്. അപ്പൊ മൗലവി ജിന്നിനെ സുഹൃത്തായി കിട്ടാൻ എന്താ മാർഗം? മായമൂക്കിലാർക്കും കണ്ടോ ജിന്നു സുഹൃത്ത്? ഇല്ല, എന്നാ മൂപ്പര് പറയട്ടെ. അതെന്താ വഴി? അതിന് വഴി പറയാൻ തന്നെ അതിന് വഴി ജിന്നിനെ സുഹൃത്തായി കിട്ടാനുള്ള മാർഗം എന്തായാലും കൊണ്ട് നേട്ടം ആദ്യം പറയും. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എന്ത്? നിങ്ങൾ ഒറ്റക്കാവാൻ പാടില്ല, നിങ്ങൾക്ക് എപ്പോഴും ജിന്നിന്റെ ഒരു സപ്പോർട്ട് കൂടി വേണം. ജിന്നിന്റെ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാല് ജിന്നിനേക്കാൾ ഉന്നതരാണ് ഇൻസ്. അവരൊരു സപ്പോർട്ട് വേണം, ബദരീങ്ങളെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് മീനിങ് മയന ഖാദിർ ജീലാനി യാ സയ്യിദി യാ റസൂലല്ലാഹ് അൽ മദദ് യാ റസൂലല്ലാഹ് എന്നൊക്കെ അവരെ സപ്പോർട്ട് തേടുകയാണ്, അവരെ സഹായം തേടുകയാണ്. അൽ മദദ് യാ ശൈഖ് അജ്മീർ മുഈനുദ്ദീനി, അള്ളാഹുവിന്റെ മഹാന്മാരെ മദദ് തേടുകയാണ്. ഇങ്ങനെ മദദ് തേടിയാൽ ശിർക്കാണെന്ന് പറയുന്ന മുജാഹിദ് മൗലവി പറയാൻ നമുക്ക് എപ്പോഴും എന്ത് വേണം? ഒരു ജിന്നിന്റെ സപ്പോർട്ട് വേണം. അതിനെ കൊണ്ടുള്ള നേട്ടം എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കും. ജിന്നിന് അള്ളാഹ്ക്കല്ല, ജിന്നിന്. റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, വേണം മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. ഇവിടെ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഇത് ജിന്നുകളോട് സഹായം തേടുന്ന മൗലവിമാർ, ജിന്നുകളെ സഹായിയാക്കുന്ന മൗലവിമാർ. എന്നാൽ ഈ ജിന്നിനെ വിളിനെ പറ്റി ഇവര് ജിന്നിനോട് പ്രാർത്ഥന എന്ന് പറഞ്ഞു. പള്ളിപ്പുറം നടന്ന ഉസ്താദിന്റെ പരിപാടിയിൽ മുജാഹിദുകാർ ചോദ്യം ചോദിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞ ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. നോട്ടീസ് കയ്യിലുണ്ട്. ഇതാരാ തന്നെ? പള്ളിപ്പുറത്ത് കയറുക.
അത് ഇനിയിപ്പോ ഞാൻ ചോദിക്കുന്നു, പള്ളിപ്പുറത്തൊരു കുട്ടി വന്നു എന്റെ മുമ്പിൽ, ആ ഓതി ഹദീസ് ഇതാണ്, ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും. ഇപ്പോൾ ഞാൻ ഓതിയില്ലേ? ഇല്ലേ? പള്ളിപ്പുറത്ത് ഓതിയാന്ന് പറഞ്ഞിട്ടാ ഓതുന്നത്. അതെവിടെയൊക്കെയാ സഹീഹ് എന്നുള്ള ഇബ്നു ഖുസൈമ പറയും, ഇബ്നു അബീ ശൈബ പറയുന്നു. ഈ വിഷയം കഴിയട്ടെ, ഇൻഷാ അല്ലാഹ് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരോട് നമ്മൾ സഹായം തേടുന്നതിനെ പറ്റി വഹാബികൾ പറയുന്നത് അവരോട് പ്രാർത്ഥിക്കുക എന്നാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണോ? നിങ്ങളിപ്പം പറയും ഞങ്ങൾ പിൻവലിച്ചു, ഇല്ലേ? ഞങ്ങൾ ഒരിക്കലും റസൂലുള്ളാഹിനോട് സഹായം തേടുന്ന പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ പിൻവലിച്ചോളൂ. ഇവര് വേഗം പിൻവലിക്കണം. ഞങ്ങൾ തിരുത്തി അങ്ങ് പറയുമ്പോൾ ഉടനെ പിൻവലിക്കും. പള്ളിപ്പുറത്ത് വന്ന് സഹിയല്ല ലൈഫാ നിങ്ങളങ്ങ് പറഞ്ഞാൽ പിൻവലിക്കുവോ? ഇല്ല. പള്ളിപ്പുറത്തല്ല, ഈ സംഭവം സഹീഹാണെന്ന് കാണിക്കാൻ ഇതാ മായിമുക്കിൽ ഞങ്ങൾ തയ്യാറാണ്, പള്ളിപ്പുറത്തും ഞങ്ങൾ തയ്യാറാണ്, ഏത് പുറത്തും ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, ഇതിന്റെ പേരിൽ സംവാദത്തിനുണ്ടോ എന്ന് ഞാൻ അവിടുന്ന് ചോദിച്ചിരുന്നു. ഈ ഹദീസുകൾ ഈ ഹദീസ് ലൈഫാണെന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാ കിതാബുകളും ഉദ്ധരിച്ചുകൊണ്ട് ഇത് സഹീഹാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ പറഞ്ഞ, ഇത് സഹീഹാണെന്ന് അൽ ബിദായത്ത് വന്നിഹായ പറഞ്ഞ, ഇത് സഹീഹാണെന്ന് ഫത്ഹുൽ ബാരി പറഞ്ഞ എല്ലാ ഉദ്ധരണികളും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇത് സഹീഹാണ്. ഒരു സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊന്നും മിണ്ടാതെ ഇവിടെ വന്നിട്ട് നോട്ടീസ് ഇറക്കുക. ഇതന്നെയാ മുജാഹിദുകളുടെ പരിപാടി, ഇതന്നെയാ പരിപാടി. ഇത് വേണ്ട. ഞാനല്ലേ പ്രസംഗിച്ചത്, എന്തിനാ പള്ളിപ്പുറത്ത് പോയി നോട്ടീസ് അടിക്കണത്? എന്നോട് പറയൂ, എന്നെയും വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് എത്തിച്ചേരുക ഒരു കോപ്പി. അതല്ലേ മുജാഹിദുകൾ ചെയ്യേണ്ടത്. മാന്യത ഉണ്ടെങ്കിൽ മോനെ തരി. ആരെടുത്തല്ല നോട്ടീസ്? ആരെടുത്തല്ലേ? വാട്സപ്പാ. ഏത് കിതാബിലുള്ളതെന്ന് പറയട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ മഹാന്മാരോട് സഹായം തേടൽ അത് ശിർക്കല്ല, അത് ബിദ്അത്തല്ല, അത് അവരോടുള്ള അവർക്കുള്ള ആരാധനയല്ല. അതിനെപ്പറ്റി പ്രാർത്ഥന എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധനയാക്കി മാറ്റിമറിച്ച് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. എന്ന് രണ്ടാമത്, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യുകയും അവരെ ബർക്കത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യാമോ? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു? ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഇസ്ലാമിന്റെ സർവ്വ പ്രമാണങ്ങളിലും ഇമാം ബുഖാരിയുടെ സഹീഹിൽ അടക്കം കാണാം, വിശുദ്ധ ഖുർആനിലും കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്താണ് പറഞ്ഞത്? ബാറക്കിന ഹൗലഹു, ബൈത്തുൽ മുഖദ്ദസിനെ പറ്റി അള്ളാഹു പറഞ്ഞാണ്. അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ ബർക്കത്തുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ. എന്താ ബർക്കത്ത്? അത് അള്ളാഹുവിന്റെ മഹാന്മാരുടെ സ്ഥലമാണ്. അവർ മറവ ചെയ്യപ്പെട്ട സ്ഥലമാണ്, അവർ ഇറങ്ങി നിന്ന സ്ഥലമാണ്, അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമാണ്. ഇനി കാണാം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ 21-ാമത്തെ വചനത്തിൽ ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, അല്ലാഹുവിന്റെ മുത്തുമുഅ്മിനീങ്ങൾ പറഞ്ഞു, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളായ അസ്ഹാബുൽ കഹ്ഫിന്റെ സംബന്ധിച്ച് അവർ വഫാത്തായപ്പോൾ ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ, അവരുടെ ജിവാറിൽ അവരുടെ ഖബറിന്റെ പരിസരത്ത് ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കും ബർക്കത്തിനു വേണ്ടി. മഹാന്മാരുടെ മഖ്ബറിന്റെ അടുത്ത് പള്ളി ഉണ്ടാക്കൽ ബർക്കത്താണ്. മഹാനായ ഇമാം ബൈലാദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഉദ്ധരിക്കുകയാണ്. എന്താ പറയുന്നത്? എന്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. അമ്മാ മൻ ഇത്തഖദ മസ്ജിദൻ ഫീ ജിവാരി സാലിഹീൻ, ഒരു സാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ പരിസരത്ത് ഒരു പള്ളി ഉണ്ടാക്കി, വഖസദ തബറുക ബിൽ ഖുർബി മിൻഹു, അതിനോടടുത്തുകൊണ്ട് അതിൽ ബറക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കൽ, ലതഅലീമി ലഹു വലതവജ്ജുഹി നഹ്വഹു, അതിനൊരു ദൈവമായി ബഹുമാനിക്കാനല്ല, അതിലേക്ക് മുന്നിട്ടുകൊണ്ട് ഖിബിലയായി നിസ്കരിക്കാനല്ല, അത് ഫലാ യദ്ഖുലു ഫീ ദാലിക്കൽ ബഈദ് ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അംബിയാക്കളുടെ ഖബറുകളെ പള്ളികളാക്കി എന്ന് പറയുന്നതിന്റെ വിരോധന ആ പറഞ്ഞത് ഇതല്ല.
അത് ഖബറിലേക്ക് നിസ്കരിക്കലാണ്, ഖബറിനെ ഖിബലയാക്കി നിസ്കരിക്കലാണ്, ഖബറാളിയെ മേൽ നിസ്കരിക്കലാണ്, ഖബറാളിക്ക് വേണ്ടി നിസ്കരിക്കലാണ്. അതല്ലല്ലോ, മറിച്ച് മഹാന്മാരായ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിന്റെ അടുത്ത് പള്ളിയെടുക്കുന്നത് അവരെ ബർക്കത്ത് കിട്ടാനാണ്. അത് നല്ലതാണെന്ന് ഇമാമുകൾ പറയുന്നു. അതിന് ഒന്നാമത്തെ തെളിവ് മദീനയാണ്. മദീനയിലെ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്തത് മദീനത്തെ പള്ളിയുടെ ചാരത്താണ്. സിദ്ദീഖുൽ അക്ബറിനെ മറവ് ചെയ്തത് മദീനത്തെ പള്ളിയുടെ ചാരത്താണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ മറവ് ചെയ്തത് മദീനത്തെ പള്ളിയുടെ ചാരത്താണ്. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ കൃത്യമായ, വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രമാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രേഖ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റൊന്ന് അള്ളാഹുവിന്റെ മഹാന്മാരിൽ നിന്ന് അഭൗതിക മാർഗത്തിൽ, അദൃശ്യമാർഗത്തിൽ, ദിക്റുകളിൽ നിന്നും മറ്റൊക്കെ നമ്മൾ ഗുണം പ്രതീക്ഷിക്കാറുണ്ട്. ഉദാഹരണം, നമുക്കിപ്പോ ഒരു കൈക്കൊരു മുറിവ് വന്നു, അല്ലെങ്കിൽ ഒരു വേദന വന്നു, ആ വേദനക്ക് മരുന്ന് വെക്കുന്നതിന് പകരം ഖുർആൻ ഓതി മന്ത്രിക്കൽ. ഖുർആൻ അതിന്റെ മരുന്നാണ്. അത് ഭൗതികമായ മരുന്നല്ല, സാധാരണ ഖുർആൻ മരുന്നല്ല, അത് വൈദ്യശാസ്ത്രത്തിലൂടെ കണ്ടെത്തുന്നില്ലല്ലോ. എന്നാൽ ആ ഖുർആന്റെ ആയത്തിൽ നിന്ന് ബറക്കത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? ഖുർആന്റെ പുണ്യം കൊണ്ട് രോഗം മാറുമെന്ന് അങ്ങനെ നമ്മൾ മന്ത്രിക്കുന്നു. ഹദീസിന്റെ പുണ്യം കൊണ്ട് മാറുമെന്ന് അങ്ങനെ നാം മന്ത്രിക്കുന്നു. ഈ മന്ത്രങ്ങൾ ഇത് വഹാബികൾ ഇതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞ് തള്ളിയിരുന്ന ഒരു കാലത്ത്, ഇല്ലേ? എന്നാൽ സക്കരിയ സലാഹി പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സക്കരിയ സലാഹി പോലും മന്ത്രിക്കുന്ന, അല്ല സക്കരിയാന മന്ത്രം ചെയ്തു, സക്കരിയ സലാഹി പോലും മന്ത്രിക്കുന്ന, എത്രയോ കാലം മന്ത്രം അത് മുസ്ലിയാക്കന്മാരെ കീശ കുറിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് മുജാഹിദുകൾ പറഞ്ഞിരുന്നു. എത്രയോ കാലം. എന്താ മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്ക് വിശ്വസിക്കും. എല്ലാം ഭൗതികമായി മാത്രം കണ്ട ആളുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. മുജാഹിദുകൾ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? അവരാരും ചോദിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടത്. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മുജാഹിദുകൾ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? വരുന്നു പറഞ്ഞാ എന്നിട്ട് എത്താത്തത് കസലൊന്ന് മാറ്റി കൊടുത്തേ. അവിടെ വഴിയിലാരെങ്കിലും ഉണ്ടോ ഒന്ന് തടസ്സം നീക്കി കൊടുക്കണം. മുജാഹിദുകൾ വരണം, നിങ്ങൾ പള്ളിപ്പുറത്ത് വന്നതുപോലെ ധൈര്യത്തോടെ വരണം. നിങ്ങളൊന്നും ഞങ്ങൾ വേദനിപ്പിക്കൂല, ഒരാൾ പോലും നിങ്ങളൊന്നും പറയില്ല, സധൈര്യം നിങ്ങൾക്ക് തിരിച്ചു പോകാം. എന്തിനാണിതെന്നറിയോ? ആശയങ്ങൾ തമ്മിൽ പ്രമാണങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടുകയാണ്, ഇല്ലേ? ആടുന്ന് ഒറ്റക്ക് പറയാ, ഞാൻ ഇവിടുന്ന് വേറെ പറയാ, നാളെ ഇതിന് മറുപടി വെക്കുമെന്ന്. അതൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ മറുപടിന്റെ ആവശ്യമില്ല, മറിച്ച് ഞങ്ങളെയും കൂടി വിളിക്കുക, എന്നിട്ട് ഇതുപോലെ സംസാരിക്കാൻ അവസരം തരിക. അതാ വേണ്ടത്. ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ നിലകൊള്ളുന്ന ഓരോ ആദർശങ്ങളും ഓരോന്ന് ബൺ ബൈ ബണ്ണായി നമ്മൾ വളരെ കൃത്യമായി പ്രമാണം കൊണ്ട് പറയാൻ തയ്യാറാണ്. നിങ്ങൾ നോക്കൂ, എത്രയോ കാലം മന്ത്രത്തെ മുജാഹിദുകൾ, അത് മുസ്ലിയാക്കന്മാരെ തന്ത്രം എന്നാ പറഞ്ഞു. മന്ത്രം മുസ്ലിയാക്കന്മാരെ തന്ത്രം. എന്തിന്? അവരെ കീശ കുറിപ്പിക്കാനുള്ള തന്ത്രം എന്നാ പറഞ്ഞു. എന്നാൽ സക്കരിയ സലാഹി മന്ത്രിക്കുന്ന രംഗം കണ്ടു നിങ്ങൾ. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് ഷാർജയിലേക്ക് ബോധ്യപ്പെട്ടത് എവിടെ? ഷാർജയിലേക്കല്ല. എവിടത്തേക്കാണോ? പോയി നോക്കൂ റഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഒരു മുജാഹിദുകാരനെ അയാൾക്ക് ശൈത്താൻ കൂടിയതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഷാർജയിലേക്ക് അയച്ചത് ചോദ്യം. അപ്പൊ സക്കരിയാന്റെ മറുപടി എവിടെയാ? ഷാർജയിലേക്കല്ല. കേട്ടിട്ടില്ല? ഷാർജയിലാരാ? ഹുസൈൻ സലഫി. അത് മൂപ്പനടുത്തേക്കല്ല. അപ്പൊ അല്ല ഇഫ്ലുർ റഹ്മാന്റെ അടുത്ത് അല്ല. ഇഫ്ലുർ റഹ്മാൻ എന്ന് ആരാ? കോഴിക്കോട് പന്നയങ്കരിയിലെ ജിന്ന് ക്ലിനിക്ക് നടത്തുന്ന ആളാണ്. ജിന്ന് ക്ലിനിക്കാണ് മൂപ്പര് പരിപാടി. അയാളെടുത്തല്ല. പിന്നെയോ? പിന്നെ ഞാൻ തന്നെ മന്ത്രിക്കുന്ന മൂപ്പര് പറയുന്നത്. പറയട്ടെ, ഷാർജയിലേക്കല്ല. എവിടത്തേക്കാണോ? പോയി നോക്കൂ റഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്, ആ മന്ത്രിച്ച കുട്ടിയെ. കാരണം മുജാഹിദുകാരനാകുമ്പോൾ നേരത്തെ പരിചയം ഉണ്ടാവുമല്ലോ. സക്കരിയ സലാഹിക്ക് വള്ളിട്ടോസറിട്ട കാലം മുതൽ വേണ്ടി നടക്കുന്ന ആളാണല്ലോ. പിന്നെ ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ തന്നെ ഫറൂഖിലുള്ളൊരു ഈ മാനസികരോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലോ ഇല്ല എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേസിന്റെ CD എടുത്തിട്ട് ഇത്